പരിശുദ്ധമായ നാമത്തിന് സ്തോത്രം ചെയ്യുകയും സ്തുതിക്കുകയും ചെയ്യുന്നു. ദൈവസന്നിധിയിൽ ഈ മൂന്നാമത്തെ രാത്രിയിൽ സന്തോഷത്തോടെ കർത്താവിൻ്റെ സന്നിധിയിൽ ആഗതരായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെ ഓർത്ത് ദൈവത്തിന് ഞാനും നന്ദിയോടെ സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു. നിങ്ങളോട് ഒന്നിച്ചായിരിക്കുന്ന ഈ നല്ല ദിവസങ്ങൾ ഏറ്റവും അനുഗ്രഹപ്രദമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് എന്നാൽ കഴിയുന്നിടത്തോളം ദൈവവചനത്തിലൂടെ ദൈവസഭയെ ശുശ്രൂഷിപ്പാൻ പ്രാർത്ഥനയോടെ ഞങ്ങളുടെ നടുവിൽ നിൽപ്പാൻ ഇടയാക്കുന്നതോർത്ത് ഞാൻ വീണ്ടും ദൈവത്തെ സ്തുതിച്ചുകൊണ്ട് എല്ലാവർക്കും പ്രത്യേകമായി വന്ദനം അറിയിച്ചുകൊണ്ട് തിരുവചന ധ്യാന ചിന്തകളിലേക്ക് നമ്മൾ പ്രവേശിക്കാൻ വേണ്ടി കർത്താവിൽ ശരണപ്പെടുകയാണ്. ദൈവവചനം കേട്ട് ആസ്വദിക്കാൻ, അത് അനുഭവിക്കാൻ, അതിൻ്റെ നിലവാരം മനസ്സിലാക്കാൻ, അത് രുചിച്ചറിയാൻ, അനുഭവിക്കാൻ ഇടയാക്കി തീർക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം വചനകേൾവി എന്നും ഒരു അനുഗ്രഹമാണ്. എന്നാൽ അതിനേക്കാളുപരി ഒരു ആത്മീയ ശുശ്രൂഷ നടക്കുമ്പോൾ, പ്രത്യേകിച്ച് ഒരു ഉപവാസ പ്രാർത്ഥന, സ്തോത്രം ദൈവസന്നിധിയിൽ അനുഗ്രഹിക്കപ്പെട്ട നിലവാരത്തിൽ പ്രാർത്ഥനയോട് ഒരു കൂട്ടം ആളുകൾ തിരക്കുകൾക്കിടയിൽ പ്രത്യേകം വേർതിരിച്ച് ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ, അങ്ങനെയുള്ള വേളകളിൽ നമ്മൾ സാധാരണ ഒരു പ്രസംഗം നമുക്ക് സന്തോഷം തരുന്ന, നമുക്ക് കേൾക്കാൻ സുഖമുള്ള 4 പോയിന്റുള്ള ഒരു പ്രസംഗത്തെക്കാൾ വിവിധ ഭാരങ്ങളുമായി വന്നിരിക്കുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം നമ്മളെക്കുറിച്ച് എഴുതിയിരിക്കുന്ന ദൈവത്തിൻ്റെ വചന ഭാഗങ്ങൾ തിരുവെഴുത്തിനകത്തുണ്ട്. സന്ദർഭോചിതമായി നമ്മളിപ്പോൾ കടന്നു പോകുന്ന അല്ലെങ്കിൽ നമ്മൾ അഭിമുഖീകരിക്കുന്ന വിഷയങ്ങൾക്ക് തക്കവണ്ണമുള്ള ദൈവത്തിൻ്റെ വചനം ദൈവവചനത്തിനകത്ത് എഴുതിയിട്ടുണ്ട്. അത് നമ്മുടെ സ്വന്തമാക്കാനും കൂടിയുള്ളൊരു വേളയാണ് പ്രാർത്ഥനാ വേള എന്ന് പറയുന്നത്. ഇന്ന് രാത്രി ഇവിടെ ഇരിക്കുമ്പോൾ അങ്ങനെ ഒരു ചിന്തയുണ്ടാകണം. ബൈബിളിൽ ആർക്കോ വേണ്ടി എഴുതിയ ഒരു പഴയ വാക്കെടുത്തിട്ട് 1 മണിക്കൂർ നേരം ഒരു പൊതുയോഗത്തിൽ സംസാരിക്കുന്നത് പോലെ സംസാരിച്ച് പ്രസംഗത്തെ നമ്മൾ വിലയിരുത്തി പോവുകയല്ല. ഈ രാത്രിയിലെ ശുശ്രൂഷയിൽ നിങ്ങൾക്ക് ഓരോരുത്തർക്കും ദൈവമായ കർത്താവ് നാം ഇപ്പോൾ കടന്നു പോകുന്ന അല്ലെങ്കിൽ നമുക്കിപ്പോൾ ആവശ്യമുള്ള വിഷയത്തിന് പര്യാപ്തമായ വചനങ്ങൾ തിരുവെഴുത്തിൽ എഴുതിയിട്ടുണ്ട്. അത് സന്ദർഭോചിതമായി നമ്മുടെ സ്വന്തമാക്കുക എന്നതാണ് നമ്മുടെ ഭാഗത്തെ കടപ്പാട്. വചനം മുഴുവൻ നമ്മുടെയാണ്. 100-300 രൂപ കൊടുത്തൊരു ബൈബിൾ നമുക്ക് കിട്ടും. നമുക്ക് ഇഷ്ടപ്പെട്ട വാക്യങ്ങളുടെ അടിയിൽ വരയിടാം. പക്ഷേ ചില വേളയിൽ ചില വാക്കുകൾ നമുക്ക് വേണ്ടി ദൈവം എഴുതിയിട്ടുണ്ട്. സ്തോത്രം. അത് ഇങ്ങനെയുള്ള വേളകളിൽ നമ്മൾ തിരിച്ചറിയണം. ആ വചനം നമ്മുടെ കയ്യിൽ കിട്ടിയാൽ കൂടെ 1000 പേര് നിൽക്കുന്നതിനേക്കാൾ ശക്തിയാണ്. സ്തോത്രം. ഇതെല്ലാം ഞാൻ പറയുന്നത് വചനത്തെ അടിസ്ഥാനമാക്കിയാണ്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടാകും. ഞാൻ ഇപ്പോൾ പറഞ്ഞത് പൗലോസ് അപ്പോസ്തലന്റെ ഒരു അനുഭവത്തോടെ വെളിച്ചത്തിലാണ്. ഞാനതൊന്ന് പറയാം. സ്തോത്രം. എന്നിട്ട് നമുക്ക് രാത്രിയിലെ വാക്യം വായിക്കാം. 13-ാം അധ്യായം അപ്പോസ്തലപ്രവൃത്തി 47-ാമത്തെ വാക്യത്തിൽ പൗലോസ് ഒരു ക്രിട്ടിക്കൽ, ഒരു പ്രത്യേക സാഹചര്യത്തിൽ പൗലോസ് തന്നെ എതിർത്തവരോട് പറഞ്ഞൊരു വാക്കാണ്. 13:47 അപ്പോസ്തലപ്രവൃത്തി. ഇങ്ങനെയാണ് വാക്യം കിടക്കുന്നത്. നീ ഭൂമിയുടെ അറ്റത്തോളം രക്ഷയാകേണ്ടതിന് ഞാൻ നിന്നെ ജാടുകളുടെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു എന്ന് കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. ആ വാക്കിനാണ് ഈ വാക്യത്തിലെ ഏറ്റവും ഊന്നൽ കൊടുക്കേണ്ടത്. കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. ബൈബിളിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെന്നല്ല പൗലോസ് പറഞ്ഞത്. അല്ലെങ്കിൽ സ്തോത്രം, ഇങ്ങനൊരു വാക്യം ബൈബിളിൽ ഉണ്ടെന്നല്ല പറഞ്ഞത്. ആ പറഞ്ഞ വാക്ക് നിങ്ങൾ കണ്ടോ, പ്രയോഗം കണ്ടോ? കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിട്ടുണ്ട്. സ്തോത്രം. എന്ന് പറയുമ്പോൾ അദ്ദേഹം ആ വാക്കിനെ സ്വന്തമാക്കി. ഇത് ഞങ്ങളോട് പറഞ്ഞ വചനമാണ്. സ്തോത്രം. പഴയ നിയമത്തിൽ ആരോടോ പറഞ്ഞതല്ല, അബ്രാഹാമിനോട് പറഞ്ഞതല്ല. അതൊക്കെ ആയിരിക്കും നമ്മളൊരു പ്രസംഗത്തിന് വേണ്ടി ഒരു സഭായോഗത്തിൽ, ഒരു കൂട്ടായ്മയിൽ ഉപയോഗിക്കുന്നത്. പക്ഷേ ഇത് പറഞ്ഞു വരുമ്പോൾ നമ്മുടെ വിഷയവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ നമ്മൾ മനസ്സിൽ കരുതിക്കൊള്ളണം, ഇത് എന്നോട് പറയുന്ന വചനമാണ്, ഇത് ഞങ്ങൾക്കുള്ള വചനമാണ്. സത്യത്തിൽ ഈ വാക്ക് ഇതൊരു കൊട്ടേഷനാണ്. അതുകൊണ്ടാണ് ഇൻവെർട്ടഡ് കോമയ്ക്കകത്ത് ഇട്ടിരിക്കുന്നത്. പൗലോസിന്റെ ഈ പശ്ചാത്തലം, ഇപ്പോൾ ഇതിൽ പറയാനുള്ള പശ്ചാത്തലം, പൗലോസ് കൂട്ടരും പിസിദ്ധ്യയിലെ അന്ത്യോക്യ. വേദപുസ്തകത്തിനകത്ത് 2 അന്ത്യോക്യ ഉണ്ടെന്ന് ഭൂമിശാസ്ത്രപരമായി നമ്മൾ മനസ്സിലാക്കണം. ഒന്ന് 13-ാം അധ്യായത്തിനകത്ത് ഉപവാസവും പ്രാർത്ഥനയും നടന്ന, പൗലോസിന്റെയൊക്കെ പൈനിയർ പ്രവർത്തനം നടന്ന, റിവൈവൽ നടന്ന ഒരു സ്തോത്രം, ഒരു അന്ത്യോക്യ. അത് 13-ാം അധ്യായത്തിൽ. പക്ഷെ ഇവിടെ ഈ 13-ാമത്തെ അധ്യായത്തിന്റെ ഈ ഭാഗത്ത് സ്തോത്രം എഴുതിയിരിക്കുന്ന 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ കാണുന്നതൊക്കെ അന്ത്യോക്യയിലെ സഭയിൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് എഴുതിയിരിക്കുന്നത്. എന്നാൽ 14-ാമത്തെ വാക്യത്തിലേക്ക് എത്തുമ്പോൾ പറയുന്നു, അവരോ പെർഗയിൽ നിന്ന് പുറപ്പെട്ട് പിസിദ്ധ്യ ദേശത്തിലെ അന്ത്യോക്യയിലെത്തി.
ഉപവാസവും പ്രാർത്ഥനയും നടന്നത് 13-ാം അധ്യായത്തിന്റെ 1-ാം വാക്യം മുതൽ താഴെയുള്ള ആ ഭാഗത്ത് കാണുന്ന അന്ത്യോക്യയിലാണ്. സ്തോത്രം, അവിടെയാണ്. പക്ഷെ അവിടെ വെച്ച് ഉപവാസ പ്രാർത്ഥന നടക്കുമ്പോൾ പരിശുദ്ധാത്മാവ് പൗലോസിനെയും ബർണ്ണബാസിനെയും വേർതിരിക്കാൻ പറഞ്ഞു. വേർതിരിക്കാൻ പറഞ്ഞതിന്റെ വെളിച്ചത്തിൽ അവർ കൈവച്ച് വേർതിരിച്ചു. അങ്ങനെ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞപ്പോൾ പൗലോസും ബർണ്ണബാസും ആ അന്ത്യോക്യ വിട്ടു. സ്തോത്രം. അതടുത്ത പാരഗ്രാഫിനകത്ത് എഴുതിയിട്ടുണ്ട്, സംശയത്തിനിടയില്ലാത്ത രീതിയിൽ. 4-ാമത്തെ വാക്യത്തിൽ പരിശുദ്ധാത്മാവ് അവരെ പറഞ്ഞയച്ചിട്ട് അവർ സെലൂക്കിയിലേക്ക് ചെന്നു. അപ്പോൾ ആ അന്ത്യോക്യ വിട്ടിട്ട് അവർ യാത്ര ചെയ്യുകയാണ്. മിഷണറി യാത്ര നടത്തുന്ന സമയത്താണ് സ്തോത്രം പിസിദ്ധിയിലെ അന്ത്യോക്യയിൽ എത്തുന്നു. പിസിദ്ധിയിലെ അന്ത്യോക്യയിൽ ഒരു സഭയായിട്ടില്ല, അവിടത്തേക്ക് അവർ ചെല്ലുന്നുള്ളൂ. മറ്റിടത്ത് സഭയുണ്ട്, ആ സഭയിലാണ് ഉപവാസം നടന്നത്. അങ്ങനെ 2 അന്ത്യോക്യ ഉണ്ടെന്നുള്ള കാര്യം നിങ്ങളുടെ മനസ്സിൽ കരുതിക്കൊള്ളണം. നിങ്ങൾക്ക് ആ കാര്യത്തെക്കുറിച്ച് ആദ്യമായിട്ടൊരു അറിവ് കിട്ടുന്നതെങ്കിൽ മനസ്സിൽ കരുതിക്കൊള്ളണം. സ്തോത്രം. അപ്പൊ ഈ അവിടെ ചെന്ന സമയത്ത് ശബത്ത് നാളിൽ പൗലോസിന്റെ ഒരു പ്രവർത്തന ശൈലിയുണ്ട്. ശ്രദ്ധിച്ചു കേട്ടോ. പൗലോസിന്റെ ഒരു പ്രവർത്തന, ഓരോരുത്തർക്കും ഒരു രീതിയുണ്ട്. പൗലോസ് സുവിശേഷ പ്രവർത്തനം നടത്തുന്നതും സഭ സ്ഥാപിക്കുന്നതൊക്കെ സ്തോത്ര രീതിയിലാണ്. അദ്ദേഹത്തിന്റെ രീതി ഇങ്ങനെയാണ്. അദ്ദേഹം ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ അവിടെ എവിടെയെങ്കിലും യഹൂദന്റെ സിനഗോഗ് ഉണ്ടോ എന്ന് നോക്കും. സിനഗോഗ് അഥവാ പള്ളി, ഇത് രണ്ടും ഒന്ന് തന്നെയാണ്. സിനഗോഗ് ഉണ്ടോ എന്ന് നോക്കും. അവിടെ ചെന്നിട്ട് അദ്ദേഹം സ്തോത്ര സിനഗോഗിൽ പോയി ഇരിക്കും. 14-ാം വാക്യത്തിനകത്ത് നോക്കി, അങ്ങനെയല്ലേ നോക്കി, അവരോ പെർഗയിൽ നിന്ന് പുറപ്പെട്ട് പിസിദ്ധിയിലെ അന്ത്യോക്യയിലെത്തി ശബത്ത് നാളിൽ പള്ളിയിൽ ചെന്ന് ഇരുന്നു. സ്തോത്രം. യോഗത്തിന് വന്നിരിക്കുന്നത് പോലെ ഒരു പുതിയ, ഒരു പക്ഷേ ഈ സഭയ്ക്കകത്തും ഉപവാസ പ്രാർത്ഥന നടക്കുന്നതെന്നൊക്കെ അറിഞ്ഞുകൊണ്ട് പ്രാർത്ഥനയിൽ പങ്കെടുക്കാൻ ആരെങ്കിലുമൊക്കെ വരുന്നത് പോലെ വന്നു. അത് സ്തോത്രം, അവിടെ ആരെങ്കിലും സ്വീകരിക്കാനുണ്ടെങ്കിലും ഇല്ലെങ്കിലും കർത്താവിനെ വിളിച്ചപേക്ഷിക്കുന്ന ഒരു കൂട്ടമാണെന്ന് ഓർത്തുകൊണ്ട് അവർ വന്ന് ഇതുപോലെ നിങ്ങൾ സഹോദരന്മാരിരിക്കുന്നത് പോലെ അവർ വന്നിരുന്നു. സ്തോത്രം. പക്ഷേ പൗലോസിന് ഒരു തനതായ ഗുണമുണ്ട്. അദ്ദേഹത്തിന്റെ കെട്ടും മട്ടും ശൈലിയും കണ്ടാൽ ഒരു റബ്ബിയുടെ ലുക്കുണ്ട് എന്ന് പറഞ്ഞാൽ മനസ്സിലായല്ലോ. ശോഭനകത്തൊക്കെ വലിയ കാര്യമുണ്ട്. അത് രാത്രി പറഞ്ഞ് വിഷമിപ്പിക്കുന്നില്ല. ഒരു ദൈവദാസനെ, ഒരു ശുശ്രൂഷകനെ, ഒരു ആത്മീകനെയൊക്കെ കണ്ടാൽ ആ കാഴ്ചയിൽ തന്നെ സ്തോത്രം, പ്രത്യേകിച്ച് നമ്മുടെ ID കാർഡ് എന്നത് കാണിക്കാതെ തന്നെ വരവ് കാണുമ്പോൾ തന്നെ അറിയാം. സ്തോത്രം. എലീശ പ്രവാചകനെ കുറിച്ച് വായിക്കുന്നില്ലേ? ശൂന്യംകാരി കണ്ടപ്പോൾ തന്നെ പറഞ്ഞു, ഒരു പ്രവാചകനാന്നല്ല, ഒരു ദൈവ പുരുഷനാണ്. പൗലോസ് അവിടെ ചെന്നിരുന്നു. ഇരുന്നപ്പോൾ അവിടെ എന്താ സംഭവിച്ചത്? സ്തോത്രം. ന്യായപ്രമാണവും പ്രവാചകങ്ങളും വായിച്ചു തീർന്നപ്പോൾ പള്ളിപ്രമാണികൾ അവരുടെ അടുക്കള ആളയച്ചിട്ട്, സഹോദരന്മാരെ, നിങ്ങൾക്ക് എന്തെങ്കിലും ജനത്തോട് പ്രബോധനമുണ്ടെങ്കിൽ പറയാൻ പറഞ്ഞ് ഇങ്ങോട്ട് സമയം കൊടുക്കുക. 10 മിനിറ്റ് ചോദിച്ചു വാങ്ങിക്കുകയല്ല. സ്തോത്രം. അദ്ദേഹത്തിന്റെ ഒരു രീതിയാണ്. ഒരിടത്ത് എന്നിരിക്കുമ്പോൾ ഒരിടത്തല്ല, പല സ്ഥലത്ത് അപ്പോസ്തല പ്രവൃത്തി വായിക്കുന്നു. ആ നടത്തിപ്പവർ ഇങ്ങോട്ട് സ്തോത്രം വന്നിട്ട് പറയുകയാണ്, അല്ലെങ്കിൽ അവിടെ ചെന്നിട്ട് പറയുകയാണ്. സ്തോത്രം. ആ സിനഗോഗിന്റെ നടത്തിപ്പുകാർ ആളെ പറഞ്ഞിട്ട് പറഞ്ഞു, ഈ യോഗത്തിൽ ഞങ്ങളാരും ഒന്നും പറയുന്നില്ല, അങ്ങക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറയാൻ പറയുന്നു. 1-2 ആഴ്ച പറയുമ്പോഴേക്കും അവിടുത്തെ ആളുകൾ മാനസാന്തരത്തിലേക്ക് വരുന്നു, അവരെ രക്ഷയിലേക്ക് നയിക്കുന്നു. അങ്ങനെയാണ് പൗലോസിന്റെ രീതി. ഇവിടെ അന്ത്യോക്യയിൽ ചെന്ന് ഇതുപോലെ ആദ്യത്തെ ആഴ്ചയിൽ വളരെ പോസിറ്റീവായിട്ട് ആളുകൾ പറഞ്ഞു. അങ്ങനെ പൗലോസിന് പ്രസംഗിക്കാൻ സമയം കൊടുത്തു. പിന്നെ എവിടെയാണെന്ന്, അപ്പോൾ പിന്നെ അടുത്ത ദിവസങ്ങൾ എവിടെയാണ് ആ പ്രാർത്ഥനയ്ക്ക് ബോധിച്ചപ്പോൾ പറഞ്ഞു വേറെ പോകാൻ അവിടെ തന്നെ ചെന്നു. അവിടെ ചെന്നപ്പോഴാണ് ഈ പാരഗ്രാഫ് 44-ാം വാക്യം ആരംഭിക്കുന്നു. പിറ്റേ ശബത്തിൽ എന്ന് പറഞ്ഞ് ആരംഭിക്കുകയാണ്. അപ്പൊ അടുത്ത ആഴ്ച യോഗത്തിന് വന്നു. അടുത്ത ആഴ്ച യോഗത്തിന് വന്നപ്പോൾ പട്ടണം മുഴുവൻ ദൈവവചനം കേൾക്കാൻ ഇടയായി വന്നുകൂടി. സ്തോത്രം. ഇതൊക്കെ ഒരു ക്രൗഡ് പുള്ളറാണ്. ഞാനിതൊക്കെ പറയുന്നത് എന്തിനാണെന്നറിയാമോ? സ്തോത്രം. ഇതൊക്കെ ഒരു ആത്മീയതയിൽ സാധിക്കുന്ന കാര്യമായതുകൊണ്ടാണ്. സ്തോത്രം. ഹല്ലേലൂയ. അപ്പോൾ ഒരു പരിചയമില്ലാത്ത നാട്ടിൽ എൻ്റെ പാസ്റ്ററെ, സ്തോത്രം, ഒരു പബ്ലിസിറ്റി ഇല്ലാതെ ഒരു മനുഷ്യൻ ചെന്ന് ഒരു ശബത്തിൽ ഒരു സ്തോത്രം ഇതുപോലത്തെ വലിയ ക്രമീകരണങ്ങളോ ഒരാഴ്ച മുമ്പുള്ള അനൗൺസ്മെന്റുകളോ പബ്ലിസിറ്റിയോ ഫ്ലക്സോ ഒന്നുമില്ല, മീഡിയ ഒന്നുമില്ലാത്ത കാലത്ത് അവിടെ ചെന്ന് ഒരാഴ്ച പ്രസംഗിച്ചപ്പോഴേക്കും ആ പട്ടണം മുഴുവൻ അടുത്ത ആഴ്ച വരണമെങ്കിൽ അദ്ദേഹത്തിന്റെ കയ്യിലിരിക്കുന്ന വചനം എന്തായിരിക്കും? അദ്ദേഹത്തിന്റെ ശുശ്രൂഷയുടെ ശക്തി എന്തായിരിക്കും? സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയാണെങ്കിൽ ഈ യോഗത്തിന്റെ തുടക്കം മുതൽ പറയുന്ന ഒരു അപ്ഗ്രേഡിങ് ആത്മീയതയിൽ, പ്രാർത്ഥിക്കുന്നവരാണെങ്കിൽ പ്രാർത്ഥനയിൽ, ശുശ്രൂഷിക്കുന്നവരാണെങ്കിൽ ശുശ്രൂഷയിൽ, പാടുന്നവരാണെങ്കിൽ പാട്ടിൽ, എന്തിനുമാകട്ടെ അതിനകത്തൊരു ഉയർച്ചയുണ്ടെന്ന് വിചാരിക്കണം. ഇതിനകത്തൊരു വ്യാപനമുണ്ടെന്ന് വിചാരിക്കണം. മറ്റുള്ളവരെ ദൈവത്തോട് അടുപ്പിക്കാൻ കഴിയുന്ന ചിലത് സ്വർഗസ്ഥനായ ദൈവം നമ്മളെ ഫലമേൽപ്പിക്കുമെന്ന് വിശ്വസിക്കണം.
ഒരു പട്ടണം മുഴുവൻ ആളുകൾ എന്ന് പറഞ്ഞതായിരിക്കും. കഴിഞ്ഞ ആഴ്ചത്തെ യോഗത്തിൽ സ്വത്രം ഒരാൾ വന്നിരുന്നു, അതൊക്കെ ഈ ആഴ്ച ഉണ്ടെന്നാ തോന്നുന്നതെന്ന് പറയുമ്പോൾ ഒരിക്കലും യോഗത്തിന് പോകാത്തവൻ പോലും വരും. അത്രയ്ക്ക് അദ്ദേഹത്തിൽ വ്യാപരിക്കുന്ന ഒരു ദൈവകൃപയുണ്ടായിരുന്നു. പക്ഷെ അന്ന് ആളുകൾ മുഴുവനും കൂടി ഒന്നിച്ചു വന്നുകൂടിയപ്പോൾ യഹൂദന്മാർ പുരുഷാരത്തെ കണ്ട് അസൂയ നിറഞ്ഞു. ഞാൻ ഇന്നലെ അതൊക്കെ പറഞ്ഞില്ലേ, സ്വത്രം എവിടെയെങ്കിലും ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ അതിന്റെ എതിരുണ്ടാകുമെന്ന് ഓർത്തോളണം. ഹല്ലേലൂയ. ഒരുവനെ ദൈവം ഉപയോഗിക്കാൻ തുടങ്ങിയാൽ, അവനിലുള്ള കൃപ വ്യാപരിക്കാൻ തുടങ്ങിയാൽ, നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ദൈവം പ്രവർത്തിക്കാൻ തുടങ്ങിയാൽ, സ്വർഗം നമ്മുടെ കെട്ടിക്കിടന്ന പ്രാർത്ഥനയ്ക്ക് മറുപടി തരാൻ തുടങ്ങിയാൽ, ദൈവപ്രവൃത്തി ആരംഭിച്ചാൽ, ജനത്തെ ദൈവത്തോട് അടുപ്പിക്കാൻ തുടങ്ങിയാൽ, അതിന്റെ പുറകിൽ പ്രവർത്തിക്കുന്ന ദുഷ്ട ശക്തികളുണ്ട്. യഹൂദന്മാർ കഴിഞ്ഞ ആഴ്ചയിൽ അങ്ങേക്ക് വല്ലതും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോളാൻ പറഞ്ഞ ആളുകൾ തന്നെ ഈ ആഴ്ച എതിരായി. സ്തോത്രം. ഇത്ര ആളുകൾ വന്നപ്പോഴേക്കും അവർ അസൂയ നിറഞ്ഞു. അസൂയ നിറഞ്ഞിട്ട് സ്തോത്രം ദുഷിച്ചുകൊണ്ട് പൗലോസ് സംസാരിക്കുന്നത് എതിർ പറഞ്ഞു. കഴിഞ്ഞ ആഴ്ചയിൽ അങ്ങോട്ട് ചെന്ന് പ്രസംഗിച്ചോളാൻ പറഞ്ഞവർ പറഞ്ഞു, ഈ ആഴ്ച പറയാൻ പറ്റിയല്ല. സ്തോത്രം. വേറെ ഒന്നും കൊണ്ടല്ല, കഴിഞ്ഞ ആഴ്ചത്തെ പ്രസംഗത്തിൽ മോശമുള്ളത് കൊണ്ടല്ല, ആൾ ഇത്രയും കൂടിയത് കൊണ്ട് അസൂയ കയറി. സ്തോത്രം. പെട്ടെന്ന് അസൂയ കൊണ്ട് നിറഞ്ഞു. അങ്ങനെ ഒരു സംഭവം സംഭവിച്ചപ്പോൾ മൗനനാകാതെ, ഭാരപ്പെടാതെ, വഴിയടങ്ങ് നോക്കാതെ പെട്ടെന്ന് അദ്ദേഹത്തോടൊരു പ്രവാചകൻ പ്രവചിക്കുകയല്ല, ദൈവദാസനെ പേടിക്കണം, നിനക്ക് പുതിയൊരു വഴി തുറക്കുമെന്ന് പറയുകയല്ല. ആ നിന്ന നിൽപ്പിൽ തന്നെ പെട്ടെന്ന് പൗലോസ് ഒരു വചനത്തിൽ കയറി പിടിക്കുകയാണ്. ഇപ്പൊ അദ്ദേഹം ഉണ്ടാക്കിയൊരു വചനം അല്ലത്. ശരിക്കും ഈ വചനം, നീ ഭൂമിയുടെ അറ്റത്തോളം രക്ഷയാകേണ്ടതിന് ഞാൻ നിന്നെ ജാതികളുടെ വെളിച്ചമാക്കി വെച്ചിരിക്കുന്നു എന്ന് കർത്താവ് ഞങ്ങളോട് കൽപ്പിച്ചിരിക്കുന്നു എന്ന് പറയുന്ന വചനം യെശയ്യാ പ്രവചനം 49 അധ്യായത്തിന്റെ 6 വാക്യമാണ്. അത് പൗലോസിനോട് പറഞ്ഞതല്ല. സ്തോത്രം. അത് യേശു ക്രിസ്തുവിനെ കുറിച്ചുള്ള പ്രവചനമാണ്. 49:6 അവിടെ പറഞ്ഞിരിക്കുന്നത്, നീ സ്തോത്രം നീ യഹൂദന്മാരിൽ ചിലർ എഴുന്നേൽപ്പിക്കേണ്ടതിന് എന്റെ ദാസനായിരിക്കുന്നത് പോരാ, നീ ഭൂമിയുടെ അറ്റം വരെ എന്റെ വെളിച്ചമാകണം എന്നാണ് യെശയ്യാ പ്രവചനത്തിലെ വാക്യം. ആ വാക്യമാണ് അവിടെ കൊട്ടേഷനായിട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. പക്ഷെ പൗലോസ് പറഞ്ഞ എന്താ? ഇത് യേശുവിനെ കുറിച്ചാണ് പറഞ്ഞത്, യെശയ്യാവ പറഞ്ഞത്. പൗലോസ് ജനിക്കുന്നതിനേക്കാൾ 1700 വർഷങ്ങൾക്ക് മുമ്പാ പറഞ്ഞത്. പക്ഷെ ഒരു പ്രശ്നം നേരിട്ടപ്പോൾ പൗലോസ് പറയുകയാണ്, ഇത് യേശുവിനെ കുറിച്ച് പറഞ്ഞതാന്നല്ല, ഇത് യെശയ്യാവ് പറഞ്ഞതാന്നല്ല, ഇത് ബൈബിളിലുണ്ടെന്നല്ല, ഇത് കർത്താവ് ഞങ്ങളോട് പറഞ്ഞതാണ്. സ്തോത്രം. മനസ്സിലാകുന്നുണ്ടോ? ഒരു വിഷയം നേരിടുമ്പോൾ ആദ്യം അന്വേഷിക്കുന്നത് പ്രവാചകനെ അല്ല. ഒരു വിഷയം നേരിടുമ്പോൾ ആദ്യം അന്വേഷിക്കുന്നത് സ്തോത്രം 4 പ്രാർത്ഥനക്കാരെയല്ല. നിന്നോട് പറഞ്ഞിരിക്കുന്ന വചനം തിരുവെഴുത്തിലുണ്ട്, നിന്നോട് പറഞ്ഞിരിക്കുന്ന ആലോചനകൾ തിരുവെഴുത്തിലുണ്ട്. അതിൽ കയറി പിടിക്കാൻ പറ്റിയാൽ നിന്നെ തോൽപ്പിക്കാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. പൗലോസ് ആരെയും നോക്കിയില്ല, എന്താണ് സംഭവിച്ചെന്ന് ആലോചന ചോദിച്ചില്ല. പെട്ടെന്ന് അവിടെ നിന്ന നിൽപ്പിൽ ഈ വചനത്തെ കയറി പിടിച്ചെന്ന് പറയുക, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും ഞങ്ങളോട് കർത്താവ് പറഞ്ഞിട്ടുണ്ട്. സ്തോത്രം. ഇന്ന് രാത്രി അങ്ങനെ ഒരു രാത്രിയാക്കണം. സ്തോത്രം. നിന്റെ ജീവിതത്തിനകത്ത് വലിയ കഷ്ടപ്പാട് കാണും, വലിയ പ്രയാസം കാണും. എന്താ ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത് എന്ന് 1000 ചോദ്യങ്ങൾ കാണും. അതിനകത്ത് ഒരു ദൈവദാസന്റെ കൃപയും കൃപാവരമൊക്കെ നല്ലതാണ്, ഞാൻ വന്നേ അന്ന് പോലെ പറയുന്നു. പക്ഷേ നിന്റെ ഹൃദയത്തിനകത്ത് ഇന്ന് രാത്രി സ്വർഗം നിനക്ക് വേണ്ടി എഴുതിയ ഒരു വചനം ഈ രാത്രി നിന്റെ ഹൃദയത്തിൽ എഴുതി തന്ന്, ആ വചനം നിന്റെ അകത്ത് കിടന്ന് അതിനകത്ത് കയറി പിടിച്ച പിന്നെ ഒരു ശക്തിക്ക് നീ പോകുന്ന വഴിക്ക് നിന്നെ പരാജയപ്പെടുത്താൻ തോൽപ്പിക്കാൻ കഴിയില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. അങ്ങനെ ഒരു വചനം, ഒരു ബൈബിൾ മുഴുവൻ നമ്മുടെയാണ്. പക്ഷേ ചില ക്രിട്ടിക്കൽ വേളയിൽ ചില വചനങ്ങൾ നമുക്കുള്ളതായി മാറും. ഈ വചനം വാസ്തവത്തിൽ തത്വത്തിൽ ഇവിടെ നിന്നാണ് വാസ്തവത്തിൽ പൗലോസിനെ ജാതികളിലേക്ക് തിരിക്കാൻ ദൈവമായ കർത്താവ് ചെയ്യുന്ന ഒരു വലിയ കാര്യം. അങ്ങനെയാണെങ്കിൽ ഈ വാക്യമാണ് അദ്ദേഹത്തെ ദൈവമായ കർത്താവ് ജാതികളിലേക്ക് തിരിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്നത് തന്നെ. ഒരു വലിയ സ്വതന്ത്രം മാറ്റം തന്നെ ഉണ്ടാകുന്നത് ഈ രാത്രികാലം. നിശ്ചയമായി ഞാൻ വിശ്വസിക്കുന്ന ഈ വാക്യം നിങ്ങളോട് പറയുമ്പോൾ, ഈ പുസ്തകത്തിനകത്ത് ഒരുപാട് വാക്യങ്ങളുണ്ട്. നമുക്ക് വീട്ടിൽ എഴുതി വെക്കാൻ പറ്റുന്നത്, പേഴ്സിൽ എഴുതി വെച്ച് കൊണ്ടു നടക്കാൻ പറ്റുന്നത്, നമ്മുടെ ബെഡ്ഷീറ്റിൽ എംബ്രോയിഡറി ചെയ്ത് വെക്കാൻ പറ്റിയൊക്കെ വാക്യങ്ങളിനകത്ത് നമുക്ക് ഇഷ്ടപ്പെട്ട കണ്ടേക്കാം. പക്ഷെ ഇന്ന് രാത്രിയിൽ നിങ്ങൾ ഞാനും അനുഭവിക്കുന്ന സഭ കടന്നു പോകുന്ന വിഷയത്തിന് അതിന് വേണ്ട ഒരു വാക്യം കിട്ടണം.
സ്തോത്രം. മനസ്സിലായോ? നമ്മൾ 31-ാം തീയതി രാത്രി അറക്കത്തെടുക്കുന്നത് പോലെ നമുക്ക് കിട്ടിയൊരു വാക്യം നല്ല വാക്യമാണ്. അത് ഈ വർഷത്തേക്ക് അനുഗ്രഹമായിരിക്കട്ടെ. പക്ഷെ ഇപ്പോൾ നിന്റെ കുടുംബത്തിന് വേണ്ടത് ആ വാക്യമായിരിക്കില്ല. അതിന് വേണ്ട ചില വാക്യങ്ങൾ കാണും. അതിനു വേണ്ടി ദൈവം എഴുതിയ ചില വചനങ്ങൾ കാണും. അതൊരു യോഗത്തിന്റെ മധ്യത്തിൽ വെച്ച് സ്വർഗസ്ഥനായ ദൈവം ഉണർന്നിരിക്കുന്ന ജനത്തിന്റെ ഹൃദയത്തിലേക്ക് വിത്തുവാകുന്നത് പോലെ ഇട്ടുതന്നാൽ ഞാൻ ഉറപ്പിച്ചു പറയാം, ആ ഒരൊറ്റ വചനം നിന്റെ ജീവിതം മാറ്റിക്കളയും, നിന്റെ കാഴ്ചപ്പാട് മാറ്റിക്കളയും, നിന്റെ വഴികൾ മാറ്റിക്കളയും, നിന്റെ കരിയർ മാറ്റിക്കളയും, നിന്റെ നിലവാരം മാറ്റിക്കളയും. ആരൊക്കെ അസൂയപ്പെട്ടാലും ആരൊക്കെ എതിർത്താലും ആ വചനത്തിലൂടെ ഒരു പുതു വഴി ദൈവം തുറക്കും. ചേർന്ന് ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യാൻ കഴിയുന്നവരല്ല. ദൈവത്തിന് ഇന്ന് രാത്രി ഒരു ദൈവദാസനെ വിളിച്ചു വരുത്തി എല്ലാരും കൂടി വൈകുന്നേരം ഒരുമിച്ച് കൂടി 4 പ്രസംഗം കേട്ടു എന്ന് പറഞ്ഞ് അവസാനിപ്പിക്കാനല്ല, മറിച്ച് ചർച്ച് ഓഫ് ഗോഡ് സഭ ക്രമീകരിച്ചിരിക്കുന്ന ഈ രാത്രി പ്രാർത്ഥനയിൽ നിനക്കുള്ള വചനം വരുന്നുണ്ട്. നിന്റെ വഴി മറഞ്ഞു കിടക്കുന്ന വചനം, നിന്റെ വിടുതൽ മറഞ്ഞു കിടക്കുന്ന വചനം, നിന്റെ ഉയർച്ച മറഞ്ഞു കിടക്കുന്ന വചനം, നിന്റെ ഭാവി മറഞ്ഞു കിടക്കുന്ന വചനം. അത് തന്നെ തെളിഞ്ഞു വരാൻ മനസ്സിലായത് ഗ്രഹിച്ചവർ മാത്രം. കരങ്ങൾ അടിച്ചോ, അന്യഭാഷ പറഞ്ഞു, ഈ പറഞ്ഞത് ഗ്രഹിച്ചവർ മാത്രം അവർ ദൈവത്തിന് നന്ദി പറയട്ടെ. ഉണർന്നിരുന്നവർ, കേട്ടിരുന്നവർ, ഇന്ന് നീ ജോലിയിൽ ഉപകരിക്കുന്ന വിഷയം, കൂടെ നേരിടുന്ന പ്രശ്നം, ഒത്തിരി പ്രാർത്ഥിച്ചിട്ട് കാര്യങ്ങൾ നടക്കാതെ വരുന്നതിന്റെ ക്ഷണം, ഇതെല്ലാത്തിനും കൂടി ഒരു പാസ്വേഡ് പോലെ സ്വർഗ്ഗത്തിന്റെ രാത്രി പൗലോസിന് കിട്ടിയതുപോലെ ഒരു വചനം ഈ രാത്രി 10 മണിക്കുള്ളിൽ ദൈവം നമുക്ക് തരും. കണ്ണടച്ചൊരു നിമിഷം കൂടി ദൈവത്തോട് അങ്ങനെ തന്നെ പ്രാർത്ഥിച്ചാട്ടെ. മഹത്വം ദൈവത്തിന് കൊടുത്ത എല്ലാ പ്രിയപ്പെട്ടവരും ഒരു നിമിഷം കൂടി പ്രാർത്ഥിച്ചാട്ടെ. ഞാൻ പലപ്പോഴും പറയാറുണ്ട്, ദൈവത്തിന്റെ വചനം ചിലപ്പോൾ പാസ്വേഡ് പോലെ പ്രയോജനപ്പെടും. ചില വചനങ്ങൾ നമ്മുടെ ഹൃദയത്തിൽ കയറിയാൽ അതൊരു ഓപ്പണിംഗ് ഉണ്ടാക്കും. അത് ചില സംഭവങ്ങളെ തട്ടിമാറ്റും. ഇന്ന് രാത്രി പൗലോസിന്റെ ജീവിതത്തിനകത്ത് സ്വീകരിച്ചവർ തന്നെ അസൂയപ്പെട്ട് ഇരിക്കണോ എന്ന് പറഞ്ഞ വേളയിൽ മനസ്സുരുകി പുസ്തകം താത്തി വെക്കാതെ ആ സമയത്ത് സ്വർഗസ്ഥനായ ദൈവം തിരുവെഴുത്തിനകത്ത് നിന്ന് തന്റെ ജീവിതം തിരിച്ചുവിടുന്നൊരു വചനം എടുത്തു കൊടുത്തു. ആ വചനത്തെ സ്വന്തമാക്കിയിട്ട് പറഞ്ഞു, നിങ്ങൾ എന്തൊക്കെ പറഞ്ഞാലും കർത്താവ് ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. ഈ രാത്രി നിന്റെ കുടുംബത്തോട് കർത്താവ് പറയുന്ന ഒരു വചനത്തെ ഈ രാത്രി എനിക്ക് തരണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക. എന്റെ കുടുംബത്തിന് വേണ്ടി ഇനി ഞാൻ എങ്ങനെ പ്രാർത്ഥിക്കണമെന്ന് എനിക്കറിയില്ല. എന്റെ തലമുറയ്ക്ക് വേണ്ടി ഞാൻ ഇനി എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ല. അതിനു വേണ്ടി ഇന്ന് രാത്രി ഒരു വചനം തരണമെന്ന് പ്രാർത്ഥിച്ചാൽ ആ വചനത്തിനകത്ത് പാറയെ തകർക്കുന്ന ചുറ്റികയുണ്ട്. ആ വചനത്തിനകത്ത് വലിയ നദിയെ വറ്റിക്കുന്ന കാറ്റുണ്ട്. അത് നമുക്ക് നൽകി തരാനിടയായി തീരും. അത് സംഭവിക്കട്ടെ. പരിശുദ്ധനായ ദൈവമേ, ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, അനുഗ്രഹീതമായ നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിന് നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, രാത്രികാലവും കർത്താവിന്റെ വചനത്തെ ഞങ്ങൾ അഗാധമായി അറിയുന്നു. എല്ലാ ശുശ്രൂഷയുടെ ആമുഖത്തിൽ ഈ ദിവസങ്ങളിൽ വചനം കൊണ്ട് ഈ ജനത്തിന് എത്രത്തോളം പ്രയോജനമുണ്ടെന്ന് കഴിവിന്റെ പരമാവധി പറഞ്ഞുറപ്പിച്ച് സഭയെ പണിതെടുക്കാൻ കർത്താവ് തന്നിരിക്കുന്ന ഒരു സമയമാണെന്ന് മനസ്സിലാക്കുന്നു. ഇതിനകത്തിരിക്കുന്നതിൽ 90% കൂടുതലും ഇന്ന് രാത്രി വചനം സ്വന്തമാക്കുന്ന രാത്രി ആയിരിക്കട്ടെ. ദൈവമായ കർത്താവ് എന്റെ കുറച്ച് കാലഘട്ടത്തിലേക്ക് ആ വചനം അവരെ ഭരിക്കട്ടെ. കുറച്ച് കാലഘട്ടത്തിലേക്ക് ആ വചനം അവരുടെ പാതയ്ക്ക് ദീപമായിരിക്കട്ടെ. കുറച്ച് കാലഘട്ടത്തിലേക്ക് അവരുടെ അധരത്തിൽ നിന്ന് പൊഴിഞ്ഞു പോകാതെ ആ വചനം ഹൃദയത്തിനകത്തുനിന്ന് തിളച്ചു പുറത്തു വരട്ടെ. കുറച്ച് കാലഘട്ടത്തിലേക്ക് ആ വചനം ഉപയോഗിച്ചവർ സൗഖ്യമാകട്ടെ, പിടിച്ചു നിൽക്കട്ടെ, വഴി തുറക്കട്ടെ, ഉയർന്നു വരട്ടെ, കൃപാലിക്കട്ടെ. അതിനുതകുന്ന വചനം ആവശ്യക്കാർക്ക് ദൈവത്തിന്റെ രാത്രി കൊടുക്കണം കർത്താവേ. സ്വർഗം അത് ചെയ്യുമെന്ന് വിശ്വസിക്കുന്നു. പ്രാർത്ഥന കേട്ടതിന് നന്ദി. യേശുവിൻ നാമത്തിൽ അപേക്ഷിക്കുന്നത് കേൾക്കുമാറാകണമേ. കരമുയർത്തി ഒന്നോടെ ദൈവത്തിന് സ്തോത്രം ചെയ്താട്ടെ. അപ്പോസ്തല പ്രവൃത്തിയിലെ 3-ാം രാത്രിയിലെ നമ്മൾ ചിന്തിച്ചു വരുന്ന 3-ാമത്തെ വാക്യം 9-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യമാണ്. ദയവായിട്ട് സഭയെ വായിച്ചു കേൾപ്പിക്കാൻ നിയോഗിക്കപ്പെട്ടവർ ആ വാക്യം വായിച്ചു കേൾപ്പിച്ചാൽ ഉപകാരമായിരിക്കും. അപ്പോസ്തല പ്രവൃത്തി 9-ാം അധ്യായം 37-ാം വാക്യം.
യെസ്, മതി. സ്തോത്രം. നമ്മൾ ചിന്തിച്ചു വരുന്നത് അപ്പോസ്തല പ്രവൃത്തിയിൽ 6 ഘട്ടങ്ങളിലായി ഒരു വലിയ ഷിഫ്റ്റിംഗ് നടക്കുന്നുണ്ട്. ആത്മീയതയുടെ കുതിച്ചുചാട്ടം എന്ന് വേദശാസ്ത്രിമാർ എഴുതപ്പെട്ടിരിക്കുന്ന ഒരു വലിയ പരിവർത്തനം സ്തോത്രം നടക്കുന്നുണ്ട്. അതിന് ആ കാലത്ത് എന്നുള്ള വാക്കുകൊണ്ടാണ് അതിനെ സൂചനകൾ തരുന്നത്. സ്തോത്രം. അങ്ങനെ വിവിധ ഘട്ടങ്ങളിൽ അഭിമുഖീകരിച്ച കാര്യങ്ങളെ തരണം ചെയ്യാൻ വേണ്ടിയിട്ട് ആത്മീയതയുടെ മറ്റൊരു മാറ്റൊലി അല്ലെങ്കിൽ മറ്റൊരു സ്ഥിതിഗതികളെ വെളിപ്പെടുത്തത്തക്ക രീതിയിൽ സഭയ്ക്ക് കിട്ടിയ ചില സൗഭാഗ്യങ്ങൾ, ഒപ്പം അവർ നേരിട്ട പ്രശ്നങ്ങൾ, അതിനെ ഉൾക്കൊള്ളുന്ന വാക്കാണ് ഒരു കൊച്ചു വാക്ക്, ആ കാലത്ത് എന്ന വാക്ക്. ആ വാക്കാണ് നമ്മൾ ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു വരുന്നത്. 2 വാക്യങ്ങൾ നമ്മൾ 2 ദിവസങ്ങളിൽ ചിന്തിച്ചു. 1:15 നമ്മൾ കണ്ടു. അന്ന് പ്രാർത്ഥന നടക്കുന്ന ഒരു കാലമായിരുന്നു. ആ കാലത്ത് ദൈവമായ കർത്താവ് ചിലർക്ക് അവസരങ്ങൾ കൊടുത്തു, ചിലർക്ക് ഞറുക്ക് വീണു. പറഞ്ഞിരുന്ന വാഗ്ദത്തത്തിന്റെ ബാക്കി ഭാഗം നിറവേറാനിടയായി. പരിശുദ്ധാത്മാവ് ഇറങ്ങി. അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ആ കാലത്ത് നടന്നുകൊണ്ട് ഒരു സജീവമായ പ്രവൃത്തിയാക്കി സഭയെ മാറ്റിയതിനെ കുറിച്ച് നമ്മൾ കണ്ടു. ഇന്നലെ രാത്രി നമ്മൾ 6-ാം അധ്യായത്തിന്റെ 1-ാം വാക്യത്തിലാണ് ആ കാലത്ത് ശിഷ്യന്മാർ പെരുകി വരുമ്പോൾ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ ഉണ്ടാകാൻ തുടങ്ങി. പ്രശ്നങ്ങൾ പഴുത്തു വീർത്ത് ആകപ്പാടെ സ്വന്തം ഒരു അപമാന വിഷയമാകാതെ അങ്ങനെ ഒരു പ്രശ്നമുണ്ടായപ്പോൾ അത് കൈകാര്യം ചെയ്യാൻ കഴിവുള്ളവരെ ദൈവമായ കർത്താവ് എഴുന്നേൽപ്പിക്കാൻ തുടങ്ങി ആ കാലത്ത്. അങ്ങനെ ഓരോരോ കാര്യങ്ങളെ ദൈവം ചെയ്തു വരുമ്പോൾ 9-ാം അധ്യായത്തിന്റെ 37-ാമത്തെ വാക്യം, ആ വാക്യം സ്തോത്രം ഇങ്ങനെയാണ് വായിച്ചത്. ആ കാലത്ത് അവൾ ദീനം പിടിച്ചു മരിച്ചു. തബീഥയുടെ സ്തോത്രം മരണവിവരം ആണ് ആ കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞിരിക്കുന്നത്. തബീഥ മരിച്ചതും ഉയർത്തതും ഒക്കെ നമുക്ക് പറയാം. പക്ഷേ ആ കാലത്ത് എന്ന് പറയുമ്പോൾ സ്തോത്രം ഹല്ലേലൂയ, എന്തിനാണ് അങ്ങനെ തബീഥ മരിച്ചു എന്ന് പറഞ്ഞാൽ മതിയായിരുന്നു. പക്ഷേ തബീഥ മരിച്ചത് ഏത് കാലഘട്ടത്തിലാണ്, സ്തോത്രം ഏത് കാലത്താണ്, ആ കാലത്തിന്റെ പ്രത്യേകത എന്തായിരുന്നു എന്നത് നമുക്ക് ഇന്ന് രാത്രി ചിന്തിച്ച് തക്ക സമയത്ത് അവസാനിപ്പിക്കാം. അതിനകത്ത് നിങ്ങൾക്ക് വേണ്ട ദൈവത്തിന്റെ ആലോചനയും അതിനെ ഉണ്ടാകുമെന്ന് തന്നെ ഞാൻ വിശ്വസിക്കുന്നു. അത് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. 9-ാം അധ്യായം അപ്പോസ്തല പ്രവൃത്തി വേദപുസ്തകത്തിലെ സഭാചരിത്രത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു നാഴികക്കല്ലാണെന്ന് പറയാം. അതിന്റെ കാരണം ധന്യനായ പൗലോസ്ലീഹ ശൗൽ എന്ന പേരിൽ യഹൂദ മതത്തിന്റെ കയ്യാളായി മഹാപുരോഹിതന്മാർക്ക് ഇഷ്ടനായി സഭയെ ഉപദ്രവിക്കാനും മുടിക്കാനും വേണ്ടി യഹൂദ മതം ഉപയോഗിച്ചുകൊണ്ടിരുന്ന ചെറുപ്പക്കാരൻ, ഏകദേശം 30 വയസ്സ് പ്രായം എന്ന് പറയുന്നു. സ്തോത്രം. അദ്ദേഹം തന്റെ സാധാരണ ധരിച്ചു വളർന്ന സാഹചര്യത്തിൽ നിന്ന് അദ്ദേഹത്തിനെ കുറിച്ചുള്ള പശ്ചാത്തലങ്ങൾ നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവനുസരിച്ച് വലിയൊരു കപ്പൽ പ്രമാണിയുടെ മകനായിരുന്നു എന്നൊക്കെ കേട്ടിരിക്കുന്നത്. വലിയ ബിസിനസ്സുകാരനായിരുന്നു. തുറമുഖ പട്ടണത്തോട് അടുത്ത് ജീവിച്ചിരുന്ന അവർ. അദ്ദേഹം ബെന്യാമീൻ ഗോത്രക്കാരനായിരുന്നു. ബെന്യാമീൻ ഗോത്രക്കാരനായിരുന്നിട്ടും ഒരു കപ്പൽ മുതലാളി ആയിരുന്നു അപ്പൻ. എന്നിട്ടും സ്തോത്രം ഈ പൗലോസിനെ ഒരു മകൻ ജനിച്ചപ്പോൾ പൗലോസിനെ യെരുശലേമിൽ കൊണ്ടുവന്ന് ന്യായപ്രമാണം പഠിക്കാൻ വേണ്ടി വിട്ടു. ന്യായപ്രമാണം പഠിക്കാൻ വേണ്ടി വിട്ടു. ബിസിനസ് സംബന്ധമായി ഒരു ഫാമിലിയിൽപ്പെട്ട ഒരു മോനെ ന്യായപ്രമാണം പഠിപ്പിക്കുന്നത് കൊണ്ട് ബിസിനസ്സിനൊന്നും മെച്ചമില്ല. സ്തോത്രം. പല കാര്യങ്ങൾ അങ്ങനെ ചിന്തിക്കുമ്പോൾ ഞാൻ രാവിലെ ഇവിടെ പ്രസംഗിച്ച് പറഞ്ഞു, ചിന്തിക്കുന്നവർക്കും പഠിക്കുന്നവർക്കേ ഇതൊക്കെ ഒരു ഗൗരവമായിട്ടുള്ള, അല്ലാത്തവരെ സംബന്ധിച്ചിടത്തോളം ഇതൊക്കെ തറയ്ക്കും ഇതൊക്കെ പോകുള്ളൂ. നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? സ്തോത്രം. ബെന്യാമീൻ ഗോത്രക്കാരനായിരിക്കുന്ന ഒരാൾ ന്യായപ്രമാണം പഠിച്ചാലും പഴയ നിയമകാലത്ത് ശുശ്രൂഷ സംബന്ധമായ യാതൊരുവിധ കാര്യങ്ങൾക്കകത്ത് ഇൻവോൾവ്മെന്റ് ആകാൻ സാധ്യത കുറവാണ്. കാരണം ശുശ്രൂഷകൾ മുഴുവൻ ലേവി ഗോത്രക്കാരനാണ്. ശരിയല്ലേ പാസ്റ്ററെ? അങ്ങൊരു വേദാധ്യാപകനാണ്. കാരണം ബൈബിൾ പറയുന്നു ദൈവാലയ സംബന്ധമായിരിക്കുന്ന സകല ശുശ്രൂഷയ്ക്കും ദൈവം മാറ്റി നിർത്തിയിരിക്കുന്ന ഗോത്രം ലേവി ഗോത്രമാണ്. അപ്പൊ ലേവി ഗോത്രത്തിൽ ഒരു ചെറുക്കൻ ബൈബിൾ കോളേജിൽ പോയാൽ, അന്നത്തെ കാലഘട്ടത്തിൽ ന്യായപ്രമാണം പഠിച്ചാൽ, അവൻ അതിൽ അഗ്രഗണ്യനായാൽ അതിൻ്റെതായിരിക്കുന്ന ഗുണം ആ ലെവലിലുണ്ട്. ബെന്യാമീൻ ഗോത്രക്കാരൻ പഠിച്ചാലും ദേവാലയ ശുശ്രൂഷയ്ക്കകത്തൊന്നും പ്രവേശിക്കാൻ പറ്റിയല്ല. പിന്നെ സിനഗോഗുകളിലൊക്കെ സ്തോത്രം ഇങ്ങനെ കയറി ഇറങ്ങി ന്യായപ്രമാണങ്ങൾ പഠിപ്പിച്ച റബ്ബിയായിട്ടൊക്കെ അങ്ങനെ പോകാമെന്ന് മാത്രമേ ഉള്ളൂ. അതൊരു കരിയറിന് ഏറ്റവും ആ നിലവാരത്തിലാകുമെന്ന് അറിയില്ല. എന്താണെങ്കിലും സ്തോത്രം ബെന്യാമീൻ ഗോത്രത്തിലൊരു മകൻ ജനിച്ചപ്പോൾ അവനെ വേറെ ഒന്നിനും വിടാതെ ബിസിനസ്സിൽ ഇറക്കാതെ ആ അപ്പൻ നേരെ യെരുശലേമിൽ കൊണ്ടുവന്ന് അന്ന് കിട്ടാവുന്നതിൽ വെച്ച് ഏറ്റവും മിടുക്കനായ റബ്ബിയായിരിക്കുന്ന ഗമാലിയലിന്റെ അടുക്കൽ കൊണ്ടയച്ചു.
സ്തോത്രം. 8 വർഷം മുതൽ 12 വർഷം വരെയാണ് ഒരു റബിയുടെ കീഴെ ഒരു യഹൂദ ബാലൻ ന്യായപ്രമാണം പഠിക്കുന്നത് എന്നാണ് നമുക്ക് കിട്ടിയിരിക്കുന്ന അറിവ്. സ്തോത്രം. അന്നത്തെ കാലത്ത് ഇത് മുഴുവൻ പഠിച്ച് മനസ്സിലാക്കി റബിയായി പുറത്തു വരണമെങ്കിൽ കറസ്പോൺസ് കോഴ്സ് ഒന്നുമില്ല, 3 മാസത്തെ ഷോർട്ട് കോഴ്സും ഇല്ല. സ്തോത്രം. ഇത് മുഴുവൻ പഠിച്ചൊരുത്തനെ റബിയായിട്ട് പുറത്തേക്ക് വിടണമെങ്കിൽ ഏകദേശം 8 മുതൽ 12 വർഷം വരെ എടുക്കും. സ്തോത്രം. 12 വർഷങ്ങൾ പഠിച്ചു കഴിയുമ്പോഴാണ് യഹൂദൻ അവന്റെ സിനഗോഗിനകത്ത് ന്യായപ്രമാണം വായിക്കാൻ പോലും സമ്മതിക്കുള്ളൂ. സ്തോത്രം. ആ കാലത്തൊന്നും ജനിക്കാതിരുന്നതിന് സ്തോത്രം പറഞ്ഞേക്കണം. കാരണം ഇതൊന്നും ഇല്ലെങ്കിൽ നമ്മൾ ഉപദേശിയാകാലും. സ്തോത്രഹാലോ. അങ്ങനെയുള്ള പശ്ചാത്തലത്തിനകത്താണ് അവർക്ക് ജനിച്ചു വളർന്നത്. അത്രയും കാലഘട്ടം സ്തോത്രം അങ്ങനെ പഠിച്ചു വളർന്നു. അതിനുശേഷമാണ് പഠിച്ചു വളർന്നു കഴിഞ്ഞിട്ട് ഏകദേശം 30 വയസ്സുള്ള യൗവനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രായത്തിൽ അദ്ദേഹം പുരോഹിതന്മാരോട് ചേർന്ന് നിന്ന് ഈ കാര്യങ്ങളൊക്കെ നടത്താൻ തുടങ്ങി. അങ്ങനെയുള്ള സമയത്താണ് യേശുക്രിസ്തുവിന്റെ മാർഗം ഏകദേശം ഒരു വലിയ വിപ്ലവാത്മകമായ നിലവാരത്തിലേക്ക് ഈ അപ്പോസ്തലപ്രവൃത്തി 9 എത്തുമ്പോഴേക്കും ഭയങ്കരമായി ഇന്നലെ നമ്മൾ ചിന്തിച്ചതുപോലെ പിടിച്ചു നിർത്താൻ പറ്റാത്തൊരു ശക്തിയായി വളരുകയാണ്. 1000കണക്കിന് ആളുകൾ രൂപാന്തരപ്പെടുന്നു. പുരോഹിതന്മാര് പോലും സ്നാനപ്പെട്ട് കർത്താവിന്റെ സഭയിലേക്ക് വരുന്നു. എത്ര നിയമപരമായി ഒതുക്കാൻ നോക്കിയാൽ ഒതുക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവരുടെ സിനഗോഗുകളിലെല്ലാം പഠിച്ചു വരുന്നത്. ഈ പരുവത്തിലുള്ള കുഞ്ഞുങ്ങൾ പഠിച്ചു വരുമ്പോൾ ക്രിസ്തു മാർഗത്തിനെതിരെ റബിമാർ അവരോട് ഭയങ്കരമായിട്ട് ഇൻജക്ട് ചെയ്യും. ഇങ്ങനൊരു ആള് ഇവിടെ ഉണ്ടായിരുന്നു, അവനെ ദൈവം ന്യായം വിധിച്ചു മരത്തിൽ തൂക്കിക്കൊന്നു. മോശയ്ക്കും ന്യായപ്രമാണത്തിന് എതിരെ പ്രസംഗിച്ച് നടന്നവനാണ് യേശു. അവന്റെ ആളുകൾ ഇപ്പോൾ ഇതിലേക്ക് നടക്കുന്നുണ്ട്. ചാരപ്പണിയാണ്. നമ്മുടെ ആളുകളിൽ നിന്ന് ആളുകളെ പിടിച്ചു കൂട്ടിയിട്ട് വേറൊരു മതം ഉണ്ടാക്കിയാണ്. അവരെ നഖശിഖാന്തം എതിർക്കണം. സ്തോത്രം. അവരെ കണ്ടാൽ വെറുതെ വിടരുത് എന്നെല്ലാം അവരുടെ സിനഗോഗുകളിൽ ഈ കുഞ്ഞുങ്ങളെ പോലും പഠിപ്പിക്കും. അപ്പൊ ന്യായപ്രമാണം ഗമാലിയൽ പഠിപ്പിച്ചപ്പോൾ നിശ്ചയമായിട്ടും ശൗലിനെ ഈ കാര്യം പഠിപ്പിച്ചിട്ടുണ്ട്. അതിൽ എരിവ് കയറി നേരെ സ്തോത്രം വേറെ ഒരു പരിപാടിക്കും പോകാതെ പഠിത്തം കഴിഞ്ഞിട്ട് ശിഷ്യത്വം ഏറ്റെടുത്തിട്ട് ആദ്യം ചെയ്തത് സഭയെ മുടിക്കാൻ ഇറങ്ങുകയാണ്. അങ്ങനെ യെരുശലേമിന്റെ സഭകളെയൊക്കെ മുടിച്ചിറങ്ങുന്ന സമയത്ത് സ്തോത്രം അത് കഴിഞ്ഞിട്ട് യെരുശലേമിന് പുറത്തുള്ള സഭകളെയും സ്തോത്രം തകർക്കാൻ വേണ്ടി ഒരുങ്ങുകയാണ്. സ്തോത്രം. അങ്ങനെ ഒരുങ്ങി ദമസ്കോസിലേക്ക് താൻ പോകുന്നു. ദമസ്കോസിലേക്ക് അവിടെ ഒരു ചെറിയ കൂട്ടമുണ്ടെന്ന് അറിഞ്ഞ് അവിടേക്ക് ഒരു കൂട്ടം ആളുകളുമായിട്ട് മഹാപുരോഹിതന്റെ അധികാരപത്രവുമായിട്ട് സഭയെ ബ്ലോക്ക് ചെയ്യാൻ, അവരെ പൊളിക്കാൻ വേണ്ടി പോവുകയാണ്. സ്തോത്രം. യെരുശലേമിലൊക്കെ ഇത് നടന്നു. പക്ഷെ അതിന് പുറത്തേക്ക് പോവുകയാണ്. സ്തോത്രം. ഞാനൊരു കാര്യം നിങ്ങളോട് പറയാം. എല്ലാ കാലത്തും കർത്താവ് എല്ലാം അനുവദിക്കുകയല്ല. യെരുശലേമിൽ കർത്താവ് അനങ്ങിയില്ല. യെരുശലേമിലെ സഭകളെ അദ്ദേഹം തന്നെ പറയുന്നുണ്ട്, മുടിച്ചു, സ്തേഫാനോസിനെ കൊല്ലാൻ വേണ്ടി കൂട്ടി നിന്നു. ഇതൊക്കെ ചെയ്തപ്പോൾ കർത്താവ് മിണ്ടിയില്ല. എന്നും മിണ്ടാതിരിക്കുമെന്ന് വിചാരിക്കരുത്. സ്തോത്രം. ഞാൻ ഈ ഭാഗമൊക്കെ പഠിക്കുമ്പോൾ എൻ്റെതായിട്ട് ചിന്തിക്കാറുണ്ട്. ഞാൻ അത്ര ഇന്റിമസി ഉള്ള കൂട്ടത്തിലായി എൻ്റെതായിട്ടൊന്ന് നിലവാരത്തിന് പറയുള്ളൂ. ഞാനിങ്ങനെ ചിന്തിക്കാറുണ്ട്. ചിലപ്പോഴൊക്കെ നമ്മൾ കരഞ്ഞാലും നിലവിളിച്ചാലും സ്തോത്രമൊക്കെ എത്ര കരഞ്ഞാലും ചില സമയത്തൊക്കെ ദൈവം തമ്പുരാൻ നമ്മൾ കരഞ്ഞാൽ പോലും ചിലപ്പോൾ മൗനമാകും. പലരെ അങ്ങ് അനുവദിക്കും. സ്തോത്രം. പക്ഷെ ഒരു കാര്യം ഓർത്തോളണം, ദൈവം തക്കം പാർത്ത് നിൽക്കുന്നവനാണ്. എന്ന് പറഞ്ഞാൽ ഒരു അവസരം ഉണ്ടാക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നവനാണ്. സ്തോത്രം. യെരുശലേം പട്ടണത്തിൽ വെച്ച് കർത്താവ് തൊട്ടില്ല. യെരുശലേമിന് വെളിയിലേക്ക് പൗലോസിനെ സ്തോത്രം ദമസ്കോസിൽ ഒരു സഭയുണ്ടെന്നുള്ള കാര്യം ഒരുപക്ഷെ നിങ്ങളൊന്ന് ഓർത്തു നോക്കിയേ. ഇങ്ങനെ ഭയങ്കരമായ പ്രശ്നങ്ങൾ നടക്കുമ്പോൾ സ്തോത്രം ഓരോ ഞായറാഴ്ച ഇപ്പൊ നമുക്കിവിടെ ഇരുന്ന് ആരാധിക്കുമ്പോൾ, ഈ രാജ്യത്ത് സുരക്ഷിതമായി ആരാധിക്കുമ്പോൾ നമുക്ക് അത്ര വിഷമമൊന്നും തോന്നുന്നില്ല. പക്ഷെ നോർത്ത് ഇന്ത്യയിൽ ഇപ്പൊക്കെ ഞായറാഴ്ചകളിൽ നിങ്ങൾക്കറിയായിരിക്കും, ഓരോ ആഴ്ച കിട്ടുന്ന റിപ്പോർട്ട് അനുസരിച്ച് മിക്കവാറും എല്ലാം എവിടെയെങ്കിലുമൊക്കെ ഒരു സമയം പൊളിക്കുക, കർത്തദാസന്മാരെ തല്ലുക. ഈ മിനിഞ്ഞാന്ന് ഇന്നലെയൊക്കെ നമ്മുടെ യൂട്യൂബിലും വാട്സാപ്പിലൊക്കെ മെസ്സേജ് വരുന്നുണ്ട്. അപ്പൊ ഓരോ ഞായറാഴ്ച നിങ്ങൾ ഓർത്തു നോക്കിയേ, ആ സഭക്കാർ കൂടി വരുമ്പോൾ ഇന്ന് എൻ്റെ ദൈവമേ ആരും സഭയ്ക്കകത്ത് കയറി വരല്ലേ, ഞങ്ങളെ തൊടല്ലേ, ഞങ്ങളുടെ കർത്തദാസനെ തൊടല്ലേ എന്ന് കരഞ്ഞോണ്ടായിരിക്കും വടക്കേന്ത്യയിലെ ഓരോ സഭായോഗം കൂടുന്നത്. ശരിയായിരിക്കും. സ്തോത്രം. കേരളത്തിലോ നമ്മളോ സുഖത്തോടു കൂടിയൊക്കെ അനുഭവിക്കുമ്പോൾ വേണമെങ്കിൽ നാട്ടുകാര് സ്തോത്രം ഒച്ച കുറയ്ക്കാൻ പറയുമ്പോൾ നമ്മൾ 2 മൈക്കോടെ മേടിച്ചു വെച്ച് ഞങ്ങളുടെ ഭാരതീയരാണെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ കിടന്ന് മസിൽ പിടിക്കുമ്പോൾ അവിടെ ഓരോ ദിവസവും സഭായോഗത്തിൽ ഇന്നത്തെ സാഹചര്യത്തിൽ ആരും കാണല്ലേ എന്നോർത്തുകൊണ്ടായിരിക്കും അവരാരാധനയ്ക്ക് ഓരോ ഞായറാഴ്ചയും കൂടുന്നത്. ഇതുപോലെ യെരുശലേമിലെ സഭകളെ മുടിക്കുന്നു എന്ന് കേട്ടപ്പോൾ ദമസ്കോസിലെ സഭക്കാർ പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കും, ഞങ്ങളെ കുറിച്ച് ഇവൻ അറിയല്ലേ
ഞങ്ങളുടെ അടുത്തേക്ക് വരല്ലേ എന്ന് പ്രാർത്ഥിച്ചിട്ടുണ്ടായിരിക്കും. അങ്ങനെ പ്രാർത്ഥിച്ച പ്രാർത്ഥന പോലും കേൾക്കാതെ സ്വർഗസ്ഥനായ ദൈവം ദമസ്കോസിലേക്ക് പോകാനുള്ള അനുവാദവും പൗലോസിനെ അനുവദിച്ചു. പക്ഷെ ഒരു കാര്യം ഓർത്തു പറയണം, ദമസ്കോസിലേക്ക് പോകുന്ന ആ പോക്കിനകത്ത് അവിടെ സഭയ്ക്കകത്തല്ല, പട്ടണത്തിനകത്ത് കയറുന്നതിനേക്കാൾ മുമ്പ് പട്ടണ വാതിൽക്കലിട്ട് കർത്താവ് പിടിച്ചു. ഹല്ലേലൂയ. ആ സഭയ്ക്കകത്ത് കയറി പോയിട്ട് പട്ടണത്തിൽ കയറാൻ ദൈവം അനുവദിച്ചില്ല. ഞാൻ ഒന്നോടെ പറയാം, ചിലപ്പോൾ ചില കാര്യങ്ങൾ സ്വർഗസ്ഥനായ ദൈവം ഒരു കൊല്ലം അനുവദിച്ചേക്കാം. കഴിഞ്ഞ 5 മാസമായി 2025 ചില കഷ്ടങ്ങൾ അനുവദിച്ചേക്കാം, ചില പീഡനങ്ങൾ അനുവദിച്ചേക്കാം, ചിലരും നിന്നെ ടോർച്ചർ ചെയ്യുന്നത് അനുവദിച്ചേക്കാം. നിന്റെ ജീവിതത്തിനകത്ത് ന്യായക്കേടുകൾ നടക്കുന്ന കണ്ടിട്ട് ദൈവം മൗനമായേക്കാം. പക്ഷേ അതിനകത്തൊന്നും പുറകോട്ട് പോകരുത്. പിടിച്ചു നിന്ന ഒരു ദിവസം ദൈവത്തിന്റെ പിടിമുറുകാതിരിക്കില്ല, ഒരു ദിവസം ദൈവം തൊടാതിരിക്കില്ല. കർത്താവ് എല്ലാ കാലവും മൗനമാകില്ല. ദമസ്കോസിലേക്ക് വരുന്ന വഴിക്ക് യാശകാരെ പിടിച്ചു. അതൊരു വലിയ സംഭവമായി. ആ സംഭവം നിങ്ങൾക്കറിയാം. അതിലേക്ക് കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. സ്തോത്രം. കടക്കാൻ ആഗ്രഹിക്കുന്നില്ല. ആ സംഭവത്തോട് ബന്ധപ്പെട്ട് 9-ാം അധ്യായത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നമ്മുടെ ചിന്ത ആ കാലത്ത് എന്ന് പറയുമ്പോൾ ആ കാലഘട്ടത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയണം. പൗലോസ് മാനസാന്തരപ്പെട്ട കാലമാണ് സംവദിക്കുന്നത്. പക്ഷേ 31-ാം വാക്യമാണ് ഈ അധ്യായത്തിലെ ആ കാലഘട്ടത്തെ ചൂണ്ടിക്കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വസ്തുത. എന്താണ് 31-ാം വാക്യം? അങ്ങനെ യഹൂദ്യ, ഗലീല, ശമരിയ എന്ന ദേശങ്ങളിലൊക്കെയും സഭയ്ക്ക് സമാധാനം ഉണ്ടായി. അത് ആത്മീക വർധന പ്രാപിച്ചു. കർത്താവിനോടുള്ള ഭക്തിയിലും പരിശുദ്ധാത്മാവിന്റെ പ്രബോധനത്തിലും നടന്നും പെരുകിയും കൊണ്ടിരുന്നു. ഈ 9-ാം അധ്യായത്തിന്റെ കീവേഡ് എന്ന് പറയുന്നത് ഇതാണ്. സ്തോത്രം. ആ കാലഘട്ടത്തിൽ പൗലോസിന്റെ മാനസാന്തരം നടന്നതോടുകൂടെ ഈ 3 പ്രദേശങ്ങളിലുള്ള സഭയ്ക്ക് സമാധാനം ഉണ്ടായി. അപ്പൊ ആ വാക്കിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത് സഭ ഒരു അസ്വസ്ഥതയിലായിരുന്നു, ഒരു സമാധാനക്കേടിലായിരുന്നു, ഒരു ഭീതിയിലായിരുന്നു. സ്തോത്രം. പക്ഷെ ദൈവം തമ്പുരാൻ പൗലോസിനെ മാനസാന്തരപ്പെടുത്തിയത് ദൈവത്തിൻ്റെതായ കാര്യമാണ്. പക്ഷെ സഭയ്ക്ക് കിട്ടിയ ഗുണം, ആ സംഭവത്തോടുകൂടെ സഭകൾക്ക് സമാധാനം ഉണ്ടായി. സ്തോത്രം. ഹല്ലേലൂയ. സഭകൾക്ക് സമാധാനമുണ്ട്. നിങ്ങൾ ദൈവത്തോട് ഇത് പറയുമ്പോൾ പ്രാർത്ഥിക്കണം. ഒരാളുടെ മാനസാന്തരം മതി ഒരു നാടിന്റെ സമാധാനത്തിന്, ഒരു സഭയുടെ സമാധാനത്തിന്, ഒരു കുടുംബത്തിന്റെ സമാധാനത്തിന്. ഒറ്റയാളുടെ മാനസാന്തരം മതി. ഇന്ന് രാത്രി ഞാനിത് പറയുമ്പോൾ നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും ഒരാള് മാനസാന്തരപ്പെടാൻ അല്ലെങ്കിൽ മടങ്ങി വരാൻ ബാക്കി കിടക്കുന്നുണ്ടെങ്കിൽ ആരുമാകട്ടെ, ആ ഒരാളെ ദൈവം നമ്പരം കയറി പിടിച്ചാൽ നിങ്ങളുടെ ജീവിതത്തിന്റെ ഒരുമാതിരിപ്പെട്ട കുറെ നാളുകളായി നീറി നിൽക്കുന്ന വിഷയങ്ങൾക്കെല്ലാം ആ ഒറ്റ മാനസാന്തരം കൊണ്ട് പരിഹാരം ഉണ്ടാകും. ഒരാൾ മാനസാന്തരപ്പെട്ടാൽ മതി ചിലപ്പോൾ ഒരു സഭയ്ക്കത് തുടർവുണ്ടാകാൻ. ഹല്ലേലൂയ. ഞാൻ ആരെയും ഫോക്കസ് ചെയ്യല്ല. പക്ഷേ ഒരു സഭയുടെ യോഗം നടക്കുമ്പോൾ പറയാം, ഒരൊറ്റയാൾക്ക് മാറ്റം വന്നാൽ ചിലപ്പോൾ ഭയങ്കരമായിരിക്കുന്ന അനുഗ്രഹം ഒഴുകാൻ തുടങ്ങും. ഈ രാത്രിക്കാലം നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. ഭാരതത്തെയും ലോകത്തെയും നമ്മുടെ നാടിനെയൊക്കെ മുറുകെ പിടിച്ചുകൊണ്ട് ഒരാളെ ദൈവം മാറ്റിയാൽ, കർത്താവെ ഒരാളെ ദൈവമായ കർത്താവ് രൂപാന്തരപ്പെടുത്തിയാൽ ഒരു വലിയ മാറ്റം ഉണ്ടാകും. ഒറ്റയാൾക്ക് മാറ്റം വന്നപ്പോൾ 3 സ്റ്റേറ്റിലെ സഭകളാ സമാധാനം ഉണ്ടായത്. ഇന്ന് രാത്രിക്കാലം ഒരാള് നിങ്ങളുടെ തറവാട്ടിലോ, നിങ്ങളുടെ വീട്ടിലോ, നിങ്ങളുടെ ഭർത്തൃ വീട്ടിലോ, ഭാര്യ വീട്ടിലോ, എവിടെയും ആകട്ടെ, നിങ്ങളുടെ സ്വന്തം ഭവനത്തിലോ ആ ഒരാളുണ്ടെങ്കിൽ ആ ഒരാളെ ഈ 7 ദിവസത്തെ പ്രാർത്ഥനയിൽ സ്വർഗസ്ഥനായ ദൈവം ഇല്ലാതാക്കാനല്ല, ഒരു നല്ല വഴിയിലേക്ക് മാറ്റിയാൽ, ഒരു ആത്മീകത്തിലേക്ക് മാറ്റിയാൽ, വഴിതിരിച്ചു വിട്ടാൽ സംഭവിക്കാൻ പോകുന്ന ആത്മീകത എത്ര വലുതാണെന്ന്, നിങ്ങളുടെ വീട്ടിൽ വരാൻ പോകുന്ന അനുഗ്രഹം അല്ലെങ്കിൽ സമാധാനം എത്ര വലുതാണെന്ന് പറയാൻ പറ്റില്ല. സ്തോത്രം. ആ ഒരാള്, ഒരുപക്ഷെ ഞാൻ പറയുന്ന എല്ലാരും കൂടി 5 പേരുള്ള വീടായിരിക്കട്ടെ, 6 പേരുള്ള വീടായിരിക്കട്ടെ, 8 പേരുള്ള വീടായിരിക്കട്ടെ, എല്ലാരും ഒക്കെ ഒരുപക്ഷെ സഭയെ കാണാം. പക്ഷെ മാറ്റം വരേണ്ട ആരെങ്കിലും കാണാം. സ്തോത്രം. മാറ്റം വരേണ്ടത് ഉണ്ടോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല. പരിശുദ്ധാത്മാവിൽ ഞാൻ ഈ വചനം എടുത്ത് കാണിക്കുമ്പോൾ
സ്തോത്രം. നിങ്ങളുടെ തലയെ കൊള്ളാതെ തല താത്തി കൊടുത്തിട്ട് ആ വചനം നേരെ തെറിച്ചു പോകരുത്. കർത്താവെ, ഞങ്ങളുടെ വീട്ടിൽ ചിലരെ ദൈവമായ കർത്താവ് ഒന്ന് തൊട്ടാൽ ഞങ്ങളുടെ വീട് സ്വർഗമാകും. തൊട്ടാൽ എന്നുള്ള വാക്കിനെ നിങ്ങൾ തെറ്റിദ്ധരിക്കരുത്. സ്തോത്രം. പൗലോസിനെ സ്പർശിച്ചതുപോലെ ദൈവമായ കർത്താവിന്റെ എൻകൗണ്ടർ ഉണ്ടാകണം, അതിന് ചില മുഖാന്തരം ഉണ്ടാകണം. അതൊക്കെ ദൈവം തന്നെ സുന്ദരമായിട്ട് ഒരു ഡോക്ടർ ഓപ്പറേഷൻ ടേബിളിൽ രോഗിയോട് ചെയ്യുന്നതിനേക്കാൾ വിശ്വസ്തയോടെ ചിലരെ ദൈവമായ കർത്താവ് രൂപാന്തരപ്പെടുത്തി എടുക്കാൻ, കർത്താവ് ദോഷം പറ്റാതെ അനർത്ഥം പറ്റാതെ കാക്കാൻ ദൈവം വിശ്വസ്തനാണ്. അത് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഞങ്ങളുടെ വീടിന്റെ എല്ലാ കാര്യങ്ങൾക്കും മാറ്റം വരാൻ, ഞങ്ങളുടെ തറവാടിന്റെ സ്ഥിതിക്ക് ഭേദം വരാൻ, ഞങ്ങളുടെ അമ്മച്ചിയുടെ കരച്ചിന് മാറാൻ, ഞങ്ങളുടെ കുടുംബത്തിന്റെ സ്ഥിതിക്ക് ഭേദം വരാൻ, ഞങ്ങളുടെ ആത്മീയതയ്ക്ക് വിപ്ലവകരമായ മാറ്റം വരാൻ, സ്വർഗമേ ആരാണോ അവരെ ദൈവം തൊട്ടാൽ മതി. അതോടുകൂടെ ഈ 1, 2, 3 ആ പലസ്തീൻ നാട്ടിലെ മൊത്തം സഭകൾക്കാൻ മാറ്റം വന്നത്. നിങ്ങളുടെ നാട്ടിലെ സഭകളടക്കം മുഴുവൻ മരവിച്ചിരുന്ന് കേൾക്കുകയല്ല. നിങ്ങൾ വടക്കേ ഇന്ത്യക്കോ മറ്റെവിടേക്കെങ്കിലും സുവിശേഷ വേലയിൽ പങ്കാളികളായി നിങ്ങൾ കൈത്താങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ പണം കൊടുക്കുന്നത് കൊണ്ട് കടപ്പാട് തീർന്നു എന്ന് വിചാരിക്കരുത്. അവിടെ ചിലരെ തൊട്ടാൽ, അവിടെ ചിലരെ മാറ്റം വരുത്തിയാൽ നിങ്ങൾ മുടക്കുന്ന പണം സ്വർഗത്തിൽ നിക്ഷേപമായി മാറും. സ്വർഗം അത് ചെയ്യും. അതുകൊണ്ട് പ്രാർത്ഥിക്കുന്ന ദൈവമേ, ഇന്ന സ്ഥലത്ത് ചിലരെ ദൈവം തൊടണമേ, ഒരു സമാധാനം ഉണ്ടാകണമേ, ദൈവപ്രവൃത്തി വെളിപ്പെടണമേ എന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കാനിടയാകണം. സമാധാനമുണ്ടായി സഭയുടെ. ഞാൻ ആ ഭാഗം വായിച്ചപ്പോൾ എന്റെ ഡയറിയിൽ ഇങ്ങനെ എഴുതി വെച്ചു. ഞാനൊരു സഭയുടെ പാസ്റ്റർ ആയതുകൊണ്ട് ഇങ്ങനെ എഴുതി വെച്ചു, സമാധാനമുള്ള സഭയിലെ അത്ഭുതങ്ങൾ നടക്കൂ. അതിന്റെ കാരണം ഞാൻ പറയാം. തൊട്ട് താഴെ 32-ാമത്തെ വാക്യം വായിച്ചു. 32-ാമത്തെ വാക്യം, പത്രോസ് എല്ലായിടത്തും സഞ്ചരിക്കി ലുദ്ദയിൽ പാർക്കുന്ന വിശുദ്ധന്മാരുടെ അടുക്കലും ചെന്നു. അവിടെ പക്ഷവാതം പിടിച്ച് 8 സന്ദർശനമായി കിടപ്പിലായിരുന്ന അയനയോസ് എന്ന പേരുള്ള ഒരു മനുഷ്യനെ കണ്ടു. പത്രോസ് അവനോട്, അയനയാസെ, യേശു നിന്നെ സൗഖ്യമാക്കുന്നു, എഴുന്നേറ്റ് താനായി തന്നെ കിടക്ക വിരിച്ചുകൊടുക എന്ന് പറഞ്ഞു. ഉടനെ അവൻ എഴുന്നേറ്റ് ലുദ്ദയിലും ശാരോനിലും പാർക്കുന്നവരെല്ലാവരും അവനെ കണ്ട് കർത്താവിലേക്ക് സ്തോത്രം. അപ്പൊ നിങ്ങൾ ശ്രദ്ധിച്ചേ, ഈ ഭാഗം വായിച്ചപ്പോൾ എനിക്ക് ആശ്ചര്യം തോന്നിയ കാര്യം പറയാം. ഈ സമയത്ത്, അഥവാ 1-ാം നൂറ്റാണ്ടിലൊക്കെ സഭയ്ക്കകത്ത് ഒരാൾ സൗഖ്യമാകുക എന്ന് പറയുന്നത് ഒരു വലിയ വാർത്തയല്ല. ഇന്നത് വലിയ സംഭവമാണ്. ഇന്നിപ്പോ ഒരു യോഗത്തിനിടയിൽ ആരുടെയെങ്കിലും ചെറിയ അരിമ്പാറ മാറിയാൽ മതി. സ്തോത്രം. ആദ്യം യൂട്യൂബിനകത്ത് വന്ന്, പിന്നെ TV-യിൽ വന്ന്, പിന്നെ അത് റീൽസായി. സ്തോത്രം. ഭയങ്കര സംഭവമായി മാറും. പക്ഷെ അന്നത്തെ കാലത്ത് കർത്തൃദാസന്മാർ നടന്നു പോകുമ്പോൾ അവര് പോലും അറിയാതെ നിഴല് തട്ടി ചിലർ എഴുന്നേറ്റ് പോകും. അതിന്റെ പുറകെ പിന്നെ ഫോട്ടോ എടുക്കാനും, പിന്നെ സ്വത്രം ചേച്ചിക്ക് ഇപ്പൊ എന്നാ പറ്റിയെന്ന് ചോദിച്ചു മൈക്കൊണ്ടിയല്ലാണെന്നും ആരും പോകാറില്ല. കാരണം സ്വത്രം അത് അവരെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്നലെ പറഞ്ഞതുപോലെ സഭയുടെ സ്വഭാവത്തിൽപ്പെട്ടതാണ്. ഒരാളകത്ത് വന്നാൽ അവന് വിടുതലുണ്ടാകും എന്നുള്ളത് ഈ സഭയുടെ സ്വഭാവമാണ്. അവനെ സൗഖ്യമാക്കും. യേശു പറഞ്ഞു, പോകുമ്പോൾ നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കണം. അങ്ങനെയല്ല പറഞ്ഞു. അവരെ ഏൽപ്പിച്ചിട്ട് എന്താ പറഞ്ഞത്? നിങ്ങൾ രോഗികളെ സൗഖ്യമാക്കണം. അത് ഇതിനകത്ത് പെട്ട കാര്യമാണ്, ചെയ്യുന്ന കാര്യമാണ്. സ്തോത്രം. അതിനകത്ത് കർത്താവ് പറഞ്ഞതാണ്. അപ്പൊ സഭയെ സംബന്ധിച്ചിടത്തോളം ഒരു യോഗത്തിന് നടുവിൽ ഒരാൾ വന്നാൽ അവൻ സൗഖ്യമാകുക എന്ന് പറയുന്നത് ഒരു എക്സ്ക്ലൂസീവായിട്ട് ഭയങ്കര ഹൈലൈറ്റ് ചെയ്യേണ്ട കാര്യമല്ല. അത് നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അത് യോഗത്തിനിടയിലൊക്കെ നടക്കുന്ന കാര്യമാണ്. സൗഖ്യമാകും. നമ്മുടെയൊക്കെ ഇടയിൽ സ്വത്രം ഇത്രയൊന്നും ഹൈലൈറ്റ് ചെയ്യണ്ടല്ലോ. ഈ യോഗമൊക്കെ നടക്കുമ്പോൾ എത്രയോ കാര്യങ്ങൾ ദൈവം വിടുതൽ തരുന്നുണ്ടെന്ന് പറയാം. നമ്മളതിനൊക്കെ ഉൾക്കൊള്ളുന്നുണ്ടെന്ന് അറിയില്ല. ഈ ഞായറാഴ്ചത്തെ സഭായോഗത്തിനിടയിലൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാരകമാകേണ്ട പല വിഷയങ്ങളും നമ്മൾ പോലും അറിയാതെ ദൈവം വിടുവിക്കുന്നുണ്ട്. ഞാൻ അതിനെ വിശ്വസിക്കുന്ന ഒരാളാണ്. സംഭവിക്കേണ്ട പല കാര്യങ്ങളും സംഭവിക്കാതിരിക്കുന്നത് ഇതിനിടയിൽ നമ്മളോട് പറഞ്ഞല്ലോ, നമ്മൾ പുറപ്പെടുത്തി കൊടുത്തിട്ടൊന്നുമല്ല. നമ്മളിവിടെ ഇരിക്കുമ്പോൾ തന്നെ ജീവന് ഹാനി വരുന്ന, അപകടം വരുന്ന, ശരീരത്തിൽ കേടുവരുന്ന ചില വിഷയങ്ങളെ പരിശുദ്ധാത്മാവ് തന്നെ യോഗത്തിന്റെ മധ്യത്തിൽ ഈ 7 ദിവസത്തിനിടയിൽ തന്നെ നമ്മൾ അറിയാതെ അസാധാരണമായ വിടുതലുകൾ നടക്കുന്നുണ്ട്. Yes, hallelujah. Hey,
യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. ഇന്ന് രാത്രി സ്വർഗ്ഗം അത് തന്നെ ചെയ്യട്ടെ. വിശ്വസിക്കുന്നവർ ദൈവസന്നിധിയിൽ ആനന്ദത്തോടെ സംഭവിക്കുമെന്ന് വിശ്വസിക്കട്ടെ. ഞാൻ ഇരിക്കുന്നതിന് ക്ലബിലല്ല, കർത്താവിന്റെ സഭയിലാണ് വിശ്വസിക്കട്ടെ. ഇവിടെ വിടുതലുകളുണ്ട്, ഇവിടെ വികസനമുണ്ട്, ഇവിടെ ഉണർവുണ്ട്, ഇവിടെ സൗഖ്യമുണ്ട്, ഇവിടെ മാറ്റങ്ങളുണ്ട്, ഇവിടെ നിരാശ മാറും, ഇവിടെ ദൈവ മനുഷ്യനെ പണിയെടുക്കും. പരിശുദ്ധാത്മാവ് ചെയ്യട്ടെ. സഭ പ്രാർത്ഥിക്കണം, വിശ്വാസത്തോടെ പ്രാർത്ഥിക്കണം. അതിന് സഹായങ്ങളിൽ സമയമെടുക്കണം. അത്ഭുതങ്ങൾ നടക്കും. അണ്ണിക്കുളത്ത് ഞങ്ങളുടെ സഭയിൽ കുറച്ച് നാളുകളായിട്ട് ഞങ്ങളുടെ യൂട്യൂബുകൾ ശ്രദ്ധിക്കുന്നുള്ളവർക്ക് അല്ലെങ്കിൽ ഇവിടെ വന്നിട്ടുള്ളവർക്കറിയാം. സ്വത്ര ആരാധനാ മധ്യത്തിൽ ഒരു 8-10 മിനിറ്റുകൾ സ്വത്രം പ്രാർത്ഥിക്കാൻ വേണ്ടി എത്ര തിരക്കുണ്ടെങ്കിലും സമയം വേർതിരിക്കും. എല്ലാവരുടെയും ഒന്നും വിഷയം എഴുതി തരാതെ എല്ലാവർക്കും എഴുന്നേറ്റ് സാക്ഷി പറയാനൊന്നും പറ്റിയല്ല. പറയും സ്വത്രം ആ മെസ്സേജിനും വചന ശുശ്രൂഷയ്ക്ക് മുമ്പ് എല്ലാവരും കൂടി ഒരുമിച്ച് പ്രാർത്ഥിക്കാനാണ്. ഇന്ന് ഇവിടെ വന്നിരിക്കുന്ന ആളുകൾക്ക് ഏതെങ്കിലും വിഷയങ്ങളുണ്ടെങ്കിൽ, അതല്ല നിങ്ങൾ അറിയാതെ നിങ്ങളുടെ ശരീരത്തിൽ നിങ്ങളെ ഇല്ലാതാക്കാൻ വേണ്ടി വ്യാപരിക്കുന്ന ഏതെങ്കിലും ശക്തി ഉണ്ടെങ്കിൽ, നിങ്ങൾ വന്നിരിക്കുന്നത് കർത്താവിന്റെ സഭയ്ക്കകത്താണ്. ഇതിനകത്ത് വ്യാപരിക്കുന്ന ഒരു ശക്തിയുണ്ട്. പകലത്തെ യോഗത്തിൽ ഞങ്ങൾ പറഞ്ഞു, എഫേസ്യർ 3:20 സഭ കൂടുമ്പോൾ വ്യാപരിക്കുന്ന ഒരു വ്യാപാര ശക്തിയുണ്ട്. ആ ശക്തിക്ക് ഒരു റോളുണ്ട് സഭയ്ക്കകത്ത്. ഈ സഭയോടുള്ള ബന്ധത്തിൽ ഒരു എസ്റ്റാബ്ലിഷ് ആയ സഭയായതുകൊണ്ട് ഇവിടെ ഓരോരുത്തർക്കും ഒരു റോളുണ്ട്. കർത്തൃദാസൻ ഇവിടെയുണ്ട്. അദ്ദേഹത്തിന് യോഗത്തിന്റെ പരിപൂർണമായ ഉത്തരവാദിത്വമുണ്ട്. അദ്ദേഹത്തിന് സഹധർമ്മിണിയുണ്ട്. ഓരോരുത്തർക്കും ഇവിടുത്തെ സെക്രട്ടറി ഉണ്ട്. ഇവിടെ നേരത്തെ വന്നിട്ട് ഈ കാര്യങ്ങൾ ക്രമീകരിക്കുന്നവരുണ്ട്. സിസ്റ്റം ഓപ്പറേറ്റ് ചെയ്യുന്നവരുണ്ട്. ഇവിടെ വർഷിപ്പ് ചെയ്യുന്നവരുണ്ട്. ഇവിടെ കാര്യങ്ങൾ കണക്കുകാരി ഓരോരുത്തർക്കും ഓരോ റോളുണ്ട്. അങ്ങനെയാണല്ലോ ഇതെല്ലാം പോകുന്നത്. നമുക്ക് ആർക്കുള്ളതിനേക്കാൾ വലിയൊരു റോള് സഭയ്ക്കകത്ത് പരിശുദ്ധാത്മാവിനുണ്ട്. സ്വപ്നാതിന് കൈയും കെട്ടി മാറി വെക്കുകയല്ല. നമ്മൾ സ്തോത്രം ചെയ്യാൻ തുടങ്ങുമ്പോൾ ഈ ഇരിക്കുന്ന ബഹുമാന്യനായ ഈ കർത്തൃദാസനേക്കാൾ ഇവിടുത്തെ സകല കാര്യങ്ങൾ ഉത്തരവാദിത്വത നോക്കുന്ന ഏതൊരു ബ്രദറിനേക്കാൾ ചങ്കരച്ചോര വരുന്ന കർത്താവ് സഭയ്ക്ക് വേണ്ടി അയച്ച പരിശുദ്ധാത്മാവിന് സഭയ്ക്കകത്തൊരു വലിയ ജനമേറ്റെടുക്കുമ്പോൾ പരിശുദ്ധാത്മാവ് ജനത്തിന് മേൽ ആ ഉത്തരവാദിത്വം നിറവേറ്റട്ടെ. നിന്റെ മേൽ പരിശുദ്ധാത്മാവിന് റോളുണ്ട് എന്ന് വിശ്വസിച്ചുകൊണ്ട് ആരാധിക്ക്. കുഞ്ഞുങ്ങളല്ല, വിവേകമുള്ളവരല്ല, സഹോദരിമാരും സഹോദരങ്ങളും ശുശ്രൂഷയുള്ളവരും നിന്നെ തനിച്ചല്ല വിട്ടിരിക്കുന്നത്. ദൈവാത്മാവിന് സഭയ്ക്കകത്തൊരു റോളുണ്ട്. ആത്മാവിനെ അനുവദിക്കുക, അത് നിറവേറ്റട്ടെ. യേശുവിന്റെ നാമത്തിൽ ചേർന്ന് സഭയോട് ചേർന്ന് സ്തുതിക്കുന്നവരോട് ചേർന്ന് ദൈവത്തിന്റെ ആത്മശക്തിയോടെ, ദൈവമേ എന്റെ മേൽ വേറെ ആർക്കും ഇനിയോട് ചെയ്യാനില്ല, പക്ഷെ ദൈവാത്മാവിന് റോളുണ്ട്. തിരുസഭയ്ക്കകത്ത് ജീവിച്ച ഒരാളാണെങ്കിൽ മരിച്ച് മണ്ണോട് ചേർന്നാലും, കർത്താവിന് വേണ്ടി ജീവിച്ചവന്റെ മേൽ കല്ലറയ്ക്കകത്ത് ദ്രവിച്ചു പോയാലും അതിനകത്തും ആത്മാവിന് റോളുണ്ട്. കാഹളം ധ്വനിക്കുമ്പോൾ ദൈവത്തിന് വേണ്ടി ജീവിച്ചവനെ പൊക്കിക്കൊണ്ടു പോകേണ്ടത് ദൈവത്തിന്റെ ആത്മാവാണ്. അവിടെ വരെയും നമ്മുടെ മേൽ ആധികാരികമായിരിക്കുന്ന ഉത്തരവാദിത്വമുള്ള ഒരു വലിയ പവറാണ് തിരുസഭയ്ക്കകത്ത് വ്യാപരിക്കുന്നത്. ഇന്ന് രാത്രി നിങ്ങളുടെ ശരീരങ്ങളെ പണിതെടുക്കണോ, നിങ്ങളുടെ മാനസിക നിലയെ പണിതെടുക്കണോ, നിങ്ങളുടെ കുഞ്ഞുങ്ങളെ പണിതെടുക്കണോ, നിങ്ങളുടെ ബുദ്ധിമണ്ഡലങ്ങളെ പണിതെടുക്കണോ, നിങ്ങളുടെ ശുശ്രൂഷയെ ഡെവലപ്പ് ചെയ്യണോ, നിങ്ങളുടെ സഭയിൽ എണ്ണത്തിൽ പെരുകണോ, ഇതിനെല്ലാം പരിശുദ്ധാത്മാവിന് ഒരു വലിയ പങ്കാളിത്തമുണ്ട്.
ആരൊക്കെ കൈവിട്ടിട്ട് പോയാലും, വേണ്ടപ്പെട്ടവർ ഉത്തരവാദിത്വം പെടാതിരുന്നാലും, നിങ്ങൾ ചാടുന്നവരൊക്കെ പണിയെടുത്താലും, എന്നോട് ദൈവം പറയുന്നു, എനിക്ക് ദൈവാത്മാവിൽ പറയുന്നു, പരിശുദ്ധാത്മാവിന് നിങ്ങളുടെ വീട്ടിൽ വലിയ റോളുണ്ട്. Holy Spirit, hallelujah. Hallelujah. സ്തോത്രം ചെയ്യുന്നു. കരങ്ങൾ ഉയർത്തി ദൈവത്തെ നന്ദിയോടെ സ്തോത്രം ചെയ്ത പറഞ്ഞു വന്നത് സ്തോത്രം. ദൈവസഭയ്ക്കകത്ത് ഞാൻ അത് പറഞ്ഞപ്പോഴാണ് എഴുന്നേറ്റ് നിന്ന് ഒരു 10 മിനിറ്റ് 5 മിനിറ്റ് എന്നൊക്കെ പറഞ്ഞാൽ തുടങ്ങുന്നത്. പക്ഷെ ആത്മശക്തി വ്യാപരിക്കും. സ്തോത്രം എല്ലാവരുടെ പേരും ഭയങ്കരമായി ദൈവകൃപ വ്യാപരിക്കും. ഓരോരുത്തരും വന്ന് എന്നോട് പറയും, പാസ്റ്റർ ഞാൻ 3 മാസമായിട്ട് പറയാതിരുന്നൊരു വിഷയമാണ്. പക്ഷെ എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കുന്ന സമയത്തൊക്കെ ഞാൻ എഴുന്നേറ്റ് നിന്ന് ആരോടും പറയാതെ ദൈവത്തോട് പറയും, ഞാൻ എഴുന്നേറ്റ് നിൽക്കുന്നത് ഇന്ന കാര്യത്തിലാണ്. ഹല്ലേലൂയ. 2-3 മാസങ്ങൾക്കുള്ളിൽ അസാധാരണമായ ഡെലിവറൻസ് ദൈവം ചെയ്തിരിക്കും. ഹല്ലേലൂയ. ഇതിനകത്ത് ദൈവത്തിനൊരു ഭയങ്കര പദ്ധതിയുണ്ട്. സ്തോത്രം. അതുകൊണ്ട് ഇവിടെ ഇന്ന് ആരെങ്കിലുമൊക്കെ ഒറ്റപ്പെട്ടു വന്നവരൊക്കെ ഉണ്ടെങ്കിൽ അവരോട് പറയുന്നു, പരിശുദ്ധാത്മാവ് വ്യാപരിക്കുന്ന ഒരു സഭയ്ക്കകത്ത് നിരന്തരമായി നിങ്ങൾ കൂട്ടായ്മ ആചരിച്ചാൽ നിങ്ങൾ ചോദിക്കുന്നതൊന്നുമല്ല, സ്തോത്രം, നിങ്ങൾ വിചാരിക്കാത്തത് പോലും എന്നാണ് തിരുവഴുത്തിൽ വായിക്കുന്നത്. അത് ദൈവം ചെയ്തുകൊണ്ടിരിക്കും. അവരെ ദൈവം ഉയർത്തിക്കൊണ്ടിരിക്കും. അതിനുള്ള സ്വാതന്ത്ര്യം നിങ്ങൾ വിട്ടുകൊടുത്താൽ മതി. ദൈവം അത് ചെയ്യാൻ വിശ്വസ്തനാണ്. ഞാൻ പറഞ്ഞു വന്നത് 8 വർഷമായി. 1-ാം നൂറ്റാണ്ടിൽ സഭയ്ക്കകത്ത് രോഗസൗഖ്യങ്ങളൊക്കെ സ്തോത്രം വളരെ വളരെ ഒറ്റപ്പെട്ട കേസുകളൊക്കെ അങ്ങനെ സൗഖ്യമാകാതിട്ടുണ്ട്. പക്ഷെ മെജോറിറ്റി സഭയ്ക്കകത്ത് സൗഖ്യമുണ്ട്. പക്ഷെ ഇവിടെ പറയുന്ന കൃത്യമായ കണക്ക് പറഞ്ഞിരിക്കുന്നു, 8 വർഷമായി ഒരു മനുഷ്യൻ ആ നാട്ടിലല്ല വിശുദ്ധന്മാരുടെ ഇടയിൽ എന്ന് പറഞ്ഞാൽ 8 പേരുകൾ കൊണ്ടാണ് സഭയെ പരിചയപ്പെടുത്തുന്നത്. ഇവിടെ ഈ അപ്പോസ്തല പ്രവൃത്തിക്കകത്ത് സ്തോത്രം 8ഓളത്തോളം പേരുകൾ. അതിൽ ഒന്നാണ് വിശുദ്ധന്മാർ. വിശുദ്ധന്മാരുടെ അടുക്കൽ എന്ന് പറഞ്ഞാൽ സഭയുടെ നടുവിൽ നിന്നാണ് പറയുന്നത്. സഭയ്ക്കകത്ത് 8 കൊല്ലമായിട്ട് ഒരു മനുഷ്യൻ സൗഖ്യമാകുന്നില്ല. നിങ്ങൾ ഓർത്ത് നോക്കിയേ, സഭ പ്രാർത്ഥിച്ച് കാണില്ലേ? ഇന്നത്തെക്കാൾ ഉത്തരവാദിത്തമുള്ള, ഇന്നത്തോടത്തോളം ബിസി അല്ല അന്നത്തെ സഭ. ഇന്ന് എല്ലാവരും ശുശ്രൂഷകരും വിശ്വാസികളൊക്കെ ടോട്ടലി ബിസിയാണ്. അതിനിടയിലാണ് നമ്മൾ ചില സമയം കണ്ടെത്തി ഓടി വന്ന് പ്രാർത്ഥിക്കുക. അന്നത്തെ സഭ അത്രയും ബിസിയല്ല. 30 കൊല്ലങ്ങൾക്ക് മുമ്പുള്ള സഭ പോലെ അമ്മച്ചുമാരിലൊക്കെ ചോദിച്ചാൽ അറിയാം ഇത്രയും തിരക്കായിരുന്നു. അത് ഉപദേശമാർക്ക് ആഴ്ച 2 പ്രാവശ്യം വീട്ടിൽ വരാൻ നേരം ഉണ്ടായിരുന്നു. സ്തോത്രം. ഇപ്പോൾ അതൊന്നും പറ്റുന്നില്ല. എല്ലാവരും തിരക്കിലാണ്. ലോകം തന്നെ തിരക്കിലായിപ്പോയി. ആ തിരക്ക് സഭയും ബാധിച്ചു. അപ്പൊ അവര് വാസ്തവത്തിൽ അയനയാസിന് വേണ്ടി സഭ പ്രാർത്ഥിച്ചിട്ടുണ്ട്, ഉപവാസം വെച്ചിട്ടുണ്ടാകും. ഈ എന്റെയൊക്കെ ചെറുപ്പത്തിൽ തന്നെ ഒരു വീട്ടിൽ ഒരാൾക്ക് വയ്യാതെ ആയാൽ അന്നത്തെയൊക്കെ സഭകൾ അവിടെ വന്നിരുന്ന് പ്രാർത്ഥിക്കുക. പ്രത്യേകിച്ച് ഉപവാസം വെക്കുകയൊന്നുമല്ല, അന്ന് പ്രാർത്ഥിക്കുക. കേരളത്തിലെ പെന്തക്കോസ്ത് ചരിത്രത്തിൽ കേട്ടിട്ടുണ്ട്, മൂർഖൻ പാമ്പ് കടിച്ചിട്ട് പോലും ദൈവം വിധിക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് പല്ല് പോലും വിഷം കയറി നീരച്ചിട്ട് തൊണ്ണക്കുഴിയിൽ മാത്രമല്ല ഊർദ്ധശ്വാസം കിടന്നിട്ടും യേശു കൈവിടരുന്ന് വിചാരിച്ച് സ്തോത്രം ആള് മരിച്ചാൽ സ്തോത്രം ഈ പ്രാർത്ഥിക്കുന്നവരെ തല്ലുമെന്ന് പറഞ്ഞുകൊണ്ട് കൊന്നപ്പത്തലുമായിട്ട് നാട്ടുകാർ വളഞ്ഞു നിന്നപ്പോഴും കർത്താവിനെ വിശ്വസിച്ച് പ്രാർത്ഥിച്ച് പാമ്പ് കടിച്ചവന്റെ വിഷമിറക്കി അവനെ എഴുന്നേൽപ്പിച്ചതാണ് കേരള പെന്തക്കോസ്ത് ചരിത്രം. അപ്പൊ അവര് പ്രാർത്ഥിക്കാൻ കയറിക്കഴിഞ്ഞാൽ ആളെയും കൊണ്ട് ഇറങ്ങി വരുള്ളൂ. അങ്ങനെ ഒരു കാലവും സഭയുണ്ടായിരുന്നു. അതിന്റെ ഇങ്ങറ്റത്ത് നിന്ന് ചില കാര്യങ്ങൾ കാണാം. ഞാൻ വിശ്വാസത്തിൽ വന്നിട്ട് 39 വർഷമായി. ഹല്ലേലൂയ. 39 വർഷങ്ങൾക്ക് മുമ്പുള്ള സഭ ഞാൻ കണ്ടിട്ടുണ്ട്. അന്നത്തെ ഉപവാസങ്ങൾ കണ്ടിട്ടുണ്ട്. എന്നേക്കാൾ അധികം 50 വർഷവും അതിലേറെയായ ആളുകൾ ഇവിടെ കണ്ടേക്കാം. പക്ഷെ ഇന്നത്തെ സ്റ്റൈലേ അല്ല. അന്നൊക്കെ സ്തോത്രം ആളുകൾ സൗഖ്യമാകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട്. ഞാൻ ഓർക്കുന്നുണ്ട്. ഈ കവളത്ത് സ്തോത്രം ക്യാൻസറൊക്കെ ആയിരിക്കും. അന്ന് ഇത്രയും മെഡിക്കൽ ഇതല്ല. ഇവിടെ പഴുത്ത് പൊട്ടി ഈ തുണി കൊണ്ട് പൊതിഞ്ഞു വരുന്ന ഒരാളുണ്ടായിരുന്നു. സ്തോത്രം ഞങ്ങളുടെ നാട്ടിൽ ആളുണ്ടായിരുന്നു. ആ മനുഷ്യൻ സ്തോത്രം ഒരു കർത്തൃദാസൻ മരിച്ചുപോയി. കങ്കട നൈനാച്ച് എന്ന് പറഞ്ഞൊരു പ്രവാചകൻ ഉണ്ടായിരുന്നു. അദ്ദേഹത്തെ പ്രസംഗിക്കാൻ വേണ്ടി വിളിച്ച് അന്ന് അദ്ദേഹം സ്തോത്രം ഈ മനുഷ്യൻ തുണി കൊണ്ട് ഇങ്ങനെ പിടിച്ചോണ്ടായിരുന്നു. അവിടെ കൂടെ
സൗഖ്യമാകില്ല. അന്ന് കാശുമില്ല, മെഡിക്കൽ ഇത്രയും വലുതൊന്നുമല്ല. ഇവിടെ ശ്രോത്രം പൊട്ടിയിട്ട് അതിങ്ങനെ പഴുത്ത് ഒലിച്ചുകൊണ്ടിരിക്കുകയാണ്. കർച്ചീഫും ഇല്ല, പഞ്ഞിയില്ല, ഏതെങ്കിലും കയ്യിൽ കീറി ശ്രോത്രം അതുകൊണ്ട് ഇങ്ങനെ എന്നും വരുമ്പോൾ പൊത്തിപ്പിടിച്ചോണ്ടിരിക്കും. പഴുപ്പാണ്, ചിലപ്പോൾ നാറ്റൊക്കെ ഉണ്ടാവും. ഉപവാസ പ്രാർത്ഥന 3 ദിവസം നടക്കുമ്പോൾ കങ്ങടനെ കർത്തദാസൻ വന്നു. അദ്ദേഹത്തോട് ആരും പറഞ്ഞതല്ല, അദ്ദേഹത്തെ കണ്ടിട്ട് ചെന്നിട്ട് ആ തുണി മാറ്റാൻ പറഞ്ഞു. തുണി മാറ്റാൻ പറഞ്ഞ് പച്ചയ്ക്കുള്ള കൈ അവിടെ വെച്ച് പ്രാർത്ഥിച്ചു. സ്വത്രം കൈ മാറ്റുമ്പോഴേക്കും ആ ചലവും പഴുപ്പും നിന്നിട്ട് സ്വത്രം അന്ന് അത് വലിഞ്ഞു. അടുത്ത ദിവസം അത് ഉണങ്ങി. ദൈവിക രോഗസൗഖ്യം ഇല്ലെന്നൊന്നും പറഞ്ഞ് നമുക്ക് തള്ളാൻ പറ്റില്ല. നമ്മുടെ കാശധികായി പോയി, ആശുപത്രിയിൽ കൂടി പോയി, അതുകൊണ്ട് നമ്മൾ ഒഴിവാക്കി കാണും. പക്ഷെ ഇന്ന് രാത്രി ഞാൻ പറയുന്നു, പരിശുദ്ധാത്മാവിന് റോളുണ്ട്. അതിന്ന് രാത്രി ഇതിനകത്ത് സംഭവിക്കണം. ദൈവപ്രവൃത്തി നടക്കണം. കർത്താവിന്റെ വിടുതൽ ഇന്ന് രാത്രിക്കാലം നമ്മുടെ മേൽ വ്യാപരിക്കണം. സഭ ഇങ്ങനെ ഒരാഴ്ച മാറ്റി വെച്ചിരിക്കുമ്പോൾ ആരോടും പറയാത്ത രഹസ്യമായ ഭാരങ്ങൾ പോലും ദൈവാത്മാവ് ഇന്ന് രാത്രി എടുത്തു കളഞ്ഞ് നിങ്ങളെ അക്ഷരാക്കാൻ നോക്കുന്ന എല്ലാ പാഠങ്ങളെയും യേശുവിന്റെ നാമത്തിൽ ഈ രാത്രി സ്വർഗ്ഗത്തിലെ ആത്മാവ് തുടച്ചു കളയട്ടെ. ശരീരങ്ങളിലും വ്യക്തികളിലും ഓരോ ദിവസവും ഓരോ രീതിയിലാണ് ദൈവം ഇടപെടുന്നത്. ഇന്ന് ഭയങ്കര വിടുതൽ നടക്കുന്നത്, ഇന്ന് ഭയങ്കര സൗഖ്യം നടക്കുന്ന സിസ്റ്റർ അമ്മമാരും കർത്തദാസന്മാരും എല്ലാം പ്രാർത്ഥിക്കുക. മാനസിക ഭൗതിക ശാരീരിക മണ്ഡലത്തിൽ ദൈവ കൃപയുടെ അതിപ്രസരം ഇന്ന് രാത്രി വിടുതലാക്കി മാറ്റാം. യേശുവിന്റെ നാമത്തിൽ ഹല്ലേലൂയ. പറഞ്ഞു തീർക്കണം. അങ്ങനെയുള്ള കാലഘട്ടത്തിൽ നമ്മുടെ 30-40 വർഷങ്ങൾക്ക് മുമ്പ് നമ്മുടെ അപ്പനമ്മമാരുടെ ശുശ്രൂഷ കാലയളവിൽ പോലും അത്രയ്ക്ക് ഗംഭീരമായ വിടുതല്. ഹല്ലേലൂയ. ഒരു വിഷയം വന്നാൽ സഭ വിട്ടുകൊടുക്കില്ല. അതുപോലെ പിടിച്ചു വെച്ച് പ്രാർത്ഥിക്കുമ്പോൾ ദൈവപ്രവൃത്തി നടക്കുന്ന കാലഘട്ടം 1/2 നൂറ്റാണ്ട് അല്ലെങ്കിൽ 2.5 പതിറ്റാണ്ട് മുമ്പ് ഇവിടെ നടന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ 1-ാം നൂറ്റാണ്ടിൽ സ്വർഗം നേരിട്ട് ഇടപെട്ട കാലഘട്ടം. ആ കാലഘട്ടത്തിൽ രോഗികളൊക്കെ അതത് ദിവസം സൗഖ്യമാകിയ ഒരു സഭായോഗം മുതൽ ഞാൻ ഞങ്ങളുടെ സഭയിൽ പറയാറുണ്ട്, ഒരു വിശുദ്ധിയോടെ ജീവിക്കുന്ന ഒരു ദൈവവൈദ്യൻ, കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു ദൈവവൈദ്യനെ ഈ ലോകത്തിലും പൈശാചിക ശക്തികൾക്ക് ഒതുക്കാം എന്ന് വരെ കർത്തൃദിവസത്തിന് അവൻ ദൈവത്തിന്റെ പാദപീഠത്തിൽ വന്നു കഴിയുമ്പോൾ അവനെ ഒതുക്കിയ മുഖങ്ങളെ ആരാധനയിൽ ഒതുക്കിയതിനെ ഒടിച്ചു കളയും. ഹല്ലേലൂയ. ഞാനത് പറയാറുള്ള എന്റെ ഹൃദയത്തിന് പ്രേരണ പത്മോസിന്റെ യോഹന്നാനെ കണ്ടുവന്നാണ്. റോമൻ സർക്കാർ യോഹന്നാനെ ഒരിക്കലും പുറത്തു വരാത്ത രീതിയിൽ പത്മോസിലേക്ക് നാട് കടത്തി. വയോധികനായിരിക്കുന്ന മനുഷ്യനെ എനിക്കറിയില്ല, ഞാൻ ഇങ്ങനെ അനുമാനിക്കാറുണ്ട്. എന്റെ കേൾവിക്കാർക്ക് കാര്യം മനസ്സിലാകാൻ വേണ്ടി ഒരുപക്ഷെ ഒരു ബുധനാഴ്ചയായിരിക്കാം, അല്ലെങ്കിൽ വ്യാഴാഴ്ചയായിരിക്കാം. ഒരു പാക്കപ്പലിനകത്ത് തീരത്ത് നിന്ന് 16 മൈൽ ദൂരമുള്ള ദ്വീപിലേക്ക്, ആരും കടന്നു ചെല്ലാത്ത, വീട് വെക്കാൻ ആഗ്രഹിക്കാത്ത ദ്വീപിലേക്ക് കർത്താവ് ഏറ്റവും സ്നേഹിച്ച ശിഷ്യനെ, ചിലപ്പോൾ ഞാൻ ഊഹമാണ് പറയുന്നത്, ഞാൻ ആളുകളെ മനസ്സിലാക്കാൻ വേണ്ടി പറയുന്നത്, ഒരു ബുധനാഴ്ചയോ വ്യാഴാഴ്ചയായിരിക്കാം യോഹന്നാനെ കൊണ്ടുപോയി നാട് കടത്തിയത്. വ്യാഴാഴ്ച വൈകുന്നേരം അവിടെ കൊണ്ടിട്ടിരിക്കട്ടെ. അന്ന് വൈകുന്നേരം അവിടെ കിടന്നു. വെള്ളിയാഴ്ച ഇപ്പൊ ഇവിടെ ശ്രോത്രം ആളിക്കത്തുന്നതിനേക്കാൾ ഊഷരമായ ചൂടാണ്. പാറക്കെട്ടുകൾ മാത്രമുള്ളിടത്ത് 2 മാസം കൂടെ കഴിയുമ്പോൾ ഇവിടുത്തെ തിളച്ച ചൂട് എത്രത്തോളമാകുമോ ശ്രോത്രം അതിനേക്കാൾ ചൂടാണ്. കാക്കയ്ക്കിരിക്കാൻ തണലില്ലാത്ത പത്മോസിൽ പാറക്കെട്ടുകൾക്കിടയിൽ വെള്ളിയാഴ്ച അദ്ദേഹം ആ ചൂടത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിരുന്നു. ഇരിക്കാൻ പറ്റുമോ? പാറയല്ലേ, പഴുത്ത് കിടക്കുമല്ലേ. വെള്ളമുണ്ടോ? ആഹാരമുണ്ടോ? ശനിയാഴ്ച മാനസിക സമ്മർദ്ദങ്ങൾ, കണ്ണെത്താത്ത ദൂരത്ത്, നീന്തിയാൽ കയറാൻ പറ്റില്ല, ആരും തിരിഞ്ഞു നോക്കാനില്ല, അങ്ങനെ കിടക്കുന്ന സ്ഥലം. ശനി കഴിഞ്ഞു, ഏകാന്തത, ഒറ്റപ്പെടൽ, സ്വത്രം, ഇനി ജീവിതമില്ലെന്നുള്ള നിരാശ, ഇതെല്ലാം മനസ്സിൽ പേറുക. ഞായറാഴ്ചയായി, ആരും കൂടെയില്ല. പക്ഷെ ഞായറാഴ്ച അദ്ദേഹം
പതിവ് തെറ്റിക്കാതെ കർത്തൃ ദിവസമാണ് തിരിച്ചറിഞ്ഞ അദ്ദേഹം ദൈവത്തിന്റെ സന്നിധിയിൽ ഇരുന്നു. ആ കർത്തൃ ദിവസത്തിൽ റോമൻ സർക്കാർ അടിച്ചേൽപ്പിച്ച സകല ഹെമറേജുകളും കർത്തൃ ദിവസത്തിൽ തകർന്നു യേശു ഇറങ്ങി വന്നപ്പോ. അതുകൊണ്ട് ഞാൻ സഭായോഗത്തിൽ പറയാറുണ്ട്, നിന്റെ മേൽ ലോകം കെട്ടിവെക്കുന്ന ഏത് വേദനയും ഞായറാഴ്ച തീർത്തിട്ടേ പോകാവൂ. യേശു ഇറങ്ങി വരുന്ന ദിവസം, കർത്താവ് ഇടപെടുന്ന ദിവസം, സ്വർഗം തൊടുന്ന ദിവസം, ആരാധനയുടെ ദിവസം, ഒരു ഭക്തന്റെ ജീവിതത്തിൽ വരുന്ന സകല ഭാരങ്ങളും അന്നത്തോടുകൂടെ ക്യാൻസലാക്കണം. അതിനാ സഭ കൂടി വരുന്നത്. അന്ന് ദൈവ ആത്മീയത നടക്കണം. എന്റെ മേൽ, എന്റെ കുടുംബത്തിന്റെ മേൽ ഞങ്ങൾ ഒന്നിച്ചു കൂടുമ്പോൾ, ഞങ്ങളും വിശുദ്ധന്മാരും ദൈവദാസന്മാരും അഭിഷിക്തന്മാരും കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്നില്ലെങ്കിലും സ്വർഗീയ ദൂതന്മാരും പരിശുദ്ധാത്മാവും എന്റെ കർത്താവ് 2 3 പേർ എവിടെ കൂടി അവരുടെ മധ്യത്തിൽ ഞാനുണ്ടെന്നൊക്കെ പറയുന്നത് അതുപോലെ ഞാൻ കരുതണം. പഴങ്കഥയായി കരുതരുത്. അവനും കൂടി ഇറങ്ങി വന്ന് കഴിയുമ്പോൾ, കേൾക്കുന്നുണ്ട്, ഇറങ്ങി വന്ന് കഴിയുമ്പോൾ ഒരുത്തനെ ഈ ലോകത്തിന്റെ ശക്തികളെല്ലാം കൂടെ ചവിട്ടി ഒതുക്കി കൊട്ടയിലാക്കി ഒരു മൂലയിൽ വെച്ചിട്ട് ഒരു സ്വപ്നം പറയാൻ പോലും പറ്റാതെ അവന്റെ ജീവിതത്തെ ഒരു കഥങ്കഥയാക്കി നിർത്തിയിരിക്കുന്നെങ്കിൽ യേശു അത് കണ്ടിട്ട് സ്വപ്ന കാഴ്ച മേടിച്ചോണ്ട് പോകുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? അങ്ങനെ ഒരുവനുണ്ടെങ്കിൽ അവനെ വിടുവിക്കാതെ കർത്താവ് ഇവിടെ ഇറങ്ങി പോവുകയാണ്. അങ്ങനെ വിശ്വസിക്കും. യോഗത്തിൽ കർത്താവ് വരുന്നുണ്ടെങ്കിൽ, ഞാൻ പറയുന്നതിനകത്ത് ഉൾക്കൊള്ളാൻ പറ്റില്ലെങ്കിൽ എന്നോട് ഇരിക്കണമെന്ന് പറയണം. പത്രോസിന്റെ വീട്ടിൽ യേശു എന്നപ്പോൾ ഇവിടെ യോഗം വെച്ചതല്ല, ആരും നേരത്തെ കുറിപ്പ് കൊടുത്തതല്ല. യേശു എന്നപ്പോൾ യേശു കൊണ്ട് അമ്മായിയമ്മ പനിയായി കിടക്കുന്നു. പത്രോസിന്റെ മനസ്സിൽ കണ്ടു കാണാം. ഞാൻ ഊഹം പറയുക അതും കേട്ടോ. പറഞ്ഞു, അമ്മച്ചി ഇങ്ങനെ മാസത്തിൽ 2 പനി വരാറുള്ള, കൂട്ടാക്കണ്ട എന്ന് പത്രോസ് മനസ്സിലാക്കാം. പക്ഷെ യേശു കിട്ടോ അല്ലേ? നമ്മുടെ വീട്ടിൽ അങ്ങനെ ആയിരിക്കും. പനി വരുവാണെങ്കിൽ മിക്കവാറും പേര് എന്നാ പറയും, അത് വയറല്ല, തന്നെ മാറിക്കോളെന്ന് പറയും. പക്ഷേ യേശു വിട്ടോ? യേശുവിനോട് ആരെങ്കിലും പറഞ്ഞോ? ഇല്ല. അത് സഭായോഗമൊന്നുമല്ല, ജസ്റ്റ് വീട് വിസിറ്റ് ചെയ്തതാ. അവിടെ ചെന്നപ്പോൾ അവന് വേണ്ടപ്പെട്ട ഒരാളുടെ വീട്ടിൽ പനിയായിട്ട് ഒരാൾ കിടക്കുന്നു. യേശു പറഞ്ഞു, കർത്താവ് കയറിയ വീടാ. യേശു പറഞ്ഞു, സാരമില്ല, 2 ദിവസം പൊക്കോളൂ എന്നല്ല പറഞ്ഞത്. മണ്ണ് മേടിച്ച് പാരമുള്ള വെള്ളത്തിനകത്ത് മുക്കി കൊടുക്കുന്നല്ല പറഞ്ഞത്. അങ്ങനെയാണ് അല്ല. യേശു അത് കണ്ടപ്പോൾ സൗഖ്യമാക്കിയിട്ട് ബാക്കിയൊക്കെ ചെയ്തോളൂ. ഒരന്യന്റെ വീട്ടിൽ, അഥവാ പത്രോസിന്റെ വീടല്ല, അമ്മായിയമ്മയുടെ വീട്. ആ വീട്ടില് ഒരാള് സൗഖ്യമില്ലാതെ കിടക്കുന്ന കണ്ടിട്ട് യേശു കണ്ണടച്ചു പോയില്ലെങ്കിൽ ദൈവത്തിന്റെ അരമനയാ സഭ. അതിന്റെ ഉടമസ്ഥൻ ഇവിടെ വന്ന് കിടക്കുമ്പോൾ ഒരുത്തൻ ഇവിടെ കഷ്ടപ്പെട്ട് കിടക്കുന്ന കണ്ടാൽ കർത്താവ് പതുക്കെ പുറകിലെ ഡോറിക്കൂടെ ഇറങ്ങി പോവോ? ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ശുശ്രൂഷിക്കുന്ന സഭയിൽ കർത്താവ് ചെയ്യില്ല 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 എന്നാണ് എന്റെ അർത്ഥമണ്ടായ വിശ്വാസം. അങ്ങനെയാണെങ്കിൽ ഇന്ന് രാത്രിക്കാലം നിങ്ങൾ ആത്മാവിൽ പറയണം, ഞാൻ ദൈവത്തിന്റെ തിരുസഭയിലാണ് വരുന്നത്. ഇതിനകത്ത് ദൈവത്തിന്റെ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ എനിക്ക് പ്രയാസമുണ്ട്, നൊമ്പരമുണ്ട്, വേദനയുണ്ട്. ഈ ലോകം നാളെയും എന്റെ മേൽ ചേർന്ന് കെട്ടിയേൽപ്പിക്കും. പക്ഷേ യേശു വരുന്ന ദിവസം ഈ അമ്മിക്കയറുകളെല്ലാം അഴിയൂ. കർത്താവിന്റെ സാന്നിധ്യം ഇറങ്ങി വരുമ്പോൾ ഈ പോരുകളെല്ലാം പൊട്ടു. ഒരു വിടുതൽ സംഭവിക്കണം. സഭയുടെ ലെവലെ മാറി വരട്ടെ. പ്രാർത്ഥനയ്ക്കപ്പുറം കർത്താവ് ഇതൊക്കെ നമുക്കുള്ളതാണ്. നമ്മൾ മറന്നുപോയതോ അവഗണിച്ചതോ ഇന്ന് രാത്രി ദൈവം തിരിച്ചു പിടിക്കുകയാണ്. സ്വർഗം അത് ചെയ്യാൻ തുടങ്ങുകയാണ്. യേശുവുള്ള സഭായോഗങ്ങൾ നമ്മുടെ ജീവിതത്തിൽ അനുഭവിക്കാൻ പോകുകയാണ്. കർത്താവ് ഇറങ്ങി വന്ന ചില കാര്യങ്ങൾ ചെയ്യാൻ പോകുകയാണ്. ചില വിഷയങ്ങൾ തീരാൻ പോകുന്നത് സ്വന്തം കോടതിയിലല്ല, ആശുപത്രിയിലല്ല, സഭായോഗങ്ങൾ തീരാൻ പോകുകയാണ്. സ്വർഗം അത് ചെയ്യാൻ പോകുകയാണ്. അങ്ങനെ ഇവിടുത്തെ ചർച്ച സ്വർഗം മാറ്റട്ടെ. പരിശുദ്ധനെ, അങ്ങയുടെ സഭ, അങ്ങയുടെ ചോരയുടെ വേല, അങ്ങേക്കായി കാത്തിരിക്കുന്ന സമൂഹം, അവരോടുള്ള സ്നേഹം, അവരോടുള്ള പ്രതിബദ്ധത ഇന്ന് രാത്രി വെളിപ്പെടുന്നതിനായി സ്തോത്രം.
ഹല്ലേലൂയ. അപ്പൊ 8 വർഷമായിട്ടൊരു സഭയിൽ ഇതാണ് സഭയെങ്കിൽ, നമ്മൾ ഈ പറയുന്നതാണ് സഭയെങ്കിൽ, 8 കൊല്ലമായിട്ട് ആള് ചാവുന്നുമില്ല, സൗഖ്യമാകുന്നുമില്ല. സ്തോത്രം. 8 കൊല്ലം ഒരു സഭയിൽ ഒരാൾ രോഗിയായി കിടക്കുന്നു. സ്തോത്രം. മരണം സംഭവിക്കാം, രോഗം സംഭവിക്കാതൊക്കെ ഉള്ളതാണ്. പക്ഷെ ഇത്രയും ലോങ് ടൈം രോഗിയായി കിടക്കുക. പത്രോസ് വന്ന് കയ്യെ പിടിച്ചു. 8 കൊല്ലം കഴിഞ്ഞപ്പോൾ യേശു നിന്നെ സൗഖ്യമാക്കുന്നു എന്ന് പറഞ്ഞു. അവൻ ചാടി എഴുന്നേറ്റു. നമുക്കതിനെ വേണമെങ്കിൽ ഇങ്ങനെ ഇന്റർപ്രറ്റ് ചെയ്യാം, പല ഇന്റർപ്രിട്ടേഷൻ കൊടുക്കാം. ഒന്ന്, എൻ്റെ പാസ്റ്റർ എല്ലാത്തിനും ഒരു സമയമുണ്ട്, അന്നേരം ആവുള്ളൂ എന്ന് പറഞ്ഞ് നമുക്ക് ഡീസൻ്റ് ആയിട്ട് കൈ കഴുകാം. നമ്മൾ ഉപദേശിമാർ ഒരുപാട് സ്ഥലത്ത് കൈ കഴുകി, കാരണം അവിടെ അതേ പറ്റുള്ളൂ, വേറെ നിവൃത്തിയില്ല എന്ന് പറയുന്നത്. അമ്മാമ്മ പ്രാർത്ഥിച്ചു ഒക്കെ ചെയ്ത് ഇനി ഇതിനൊരു സമയമുണ്ട്, അന്നേരം നടക്കുള്ളൂ എന്നുണ്ടെങ്കിൽ വിടാം. അപ്പം ഈ കേസിനകത്ത് പറയാം, ആരൊക്കെ പ്രാർത്ഥിച്ചാൽ അങ്ങനെ പറഞ്ഞ് വേണമെങ്കിൽ നമുക്ക് ഡീസൻ്റ് ആയിട്ട് ഇന്റർപ്രിട്ടേഷൻ ഉണ്ടാക്കാം. അതല്ലെങ്കിൽ പറയാം, സാധാരണക്കാരൊന്നും പ്രാർത്ഥിച്ചാൽ ഈ കെട്ടഴിയല്ല, പത്രോസിനെ പോലുള്ള ഭയങ്കരന്മാർ വന്നെങ്കിൽ പുള്ളി വന്നതുകൊണ്ട് അഴിഞ്ഞെന്ന് പറയാം. സൂപ്പർ ഇന്റർപ്രേഷനാണ്. പക്ഷെ ഇതൊന്നും അല്ല കാരണം. 31-ാം വാക്യത്തിലുണ്ട്, 8 കൊല്ലമായി, കുറെ കൊല്ലമായി സഭയ്ക്ക് സമാധാനമില്ല. വഴക്കാണ് നല്ലത്, സഭ കോൺസെൻട്രേഷൻ. സമാധാനം എന്നൊക്കെ എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കൊരു വിഷയത്തിൽ ശ്രദ്ധിക്കാൻ പറ്റുന്നില്ല. സമാധാനം, ആഹാരം കഴിക്കേണ്ട സമയമായി, നമുക്ക് കഴിക്കാൻ തോന്നുന്നില്ല. സമാധാനക്കേട് വന്നവരെ കണ്ടാൽ അറിയാം. സ്തോത്രം. ചിലപ്പോൾ അവർക്ക് മുടി ചെയ്യാൻ തോന്നുന്നില്ല. ചിലപ്പോൾ നന്നായിട്ട് വസ്ത്രം ധരിക്കുന്ന ആളുകൾക്ക് വസ്ത്രം ധരിക്കുക. സമാധാനക്കേട് വന്നാൽ നമ്മളെ മറക്കും. സ്തോത്രം. നമ്മുടെ പശ്ചാത്തലങ്ങൾ മറക്കും. എന്തിനാന്ന് ചോദിക്കും. ഇവിടെ സമാധാനമില്ലാത്ത കാലത്ത് എന്തൊക്കെ ചെയ്താലും ഫലിക്കുകയില്ല. പക്ഷെ ഇവിടെ ഈ പത്രോസ് വന്നതൊരു കാര്യമാണ്, സംഭവമാണ്. അതേ കയ്യെ പിടിച്ചു. പക്ഷെ എന്താ കാര്യം അറിയാമോ? 31-ാമത്തെ വാക്യത്തിൽ സഭയ്ക്ക് സമാധാനം വന്നു. സമാധാനം മാത്രമല്ല, ഞാൻ പറഞ്ഞങ്ങ് തീർക്കാം, അവിടെ ഇനി നമുക്ക് അധികം നിൽക്കാൻ സമയമില്ല. സമാധാനം ഉണ്ടായി. അത് മാത്രമല്ല, അത് അഥവാ സഭ ആത്മീയ വർധന പ്രാപിച്ചു. കുറച്ച് നാളായിട്ട് നമ്മൾ ഇങ്ങനെയൊക്കെ പറഞ്ഞ് ശരി, കുറച്ച് നാളായിട്ട് ഇങ്ങനെ താളം തല്ലി നിൽക്കുക. സഭ ജീവിച്ചിരിക്കുന്നു വെച്ചുകൊണ്ട്, പക്ഷെ ആത്മീക വർധനവില്ല. കാരണം ആത്മീക വർധനവിന് വേണ്ടിയിട്ട് ഞാൻ അതിന് ഉദാഹരണം ലളിതമായിട്ട് പറയാം. സ്തോത്രം. സഭയുടെ ഇപ്പോഴത്തെ എല്ലാ ഉപവാസ പ്രാർത്ഥനകളെല്ലാം ഈ പൗലോസിനെതിരെയായിരിക്കും. ഞങ്ങളുടെ പ്രശ്നം നമ്മൾ തന്നെ വേണമെങ്കിൽ പരിശോധിച്ചു. ആത്മീക വർധനയ്ക്ക് വേണ്ടി നമ്മളൊരു ഉപവാസം വെച്ചിട്ട് ഇങ്ങനൊരു യോഗം ദൈവകൃപയാൽ സഭ ക്രമീകരിച്ചു. സ്തോത്രം. നമുക്ക് ഇരിക്കാൻ പറ്റി. പക്ഷെ നമ്മൾ പ്രൈവറ്റ് പ്രാർത്ഥനകളെല്ലാം കൊച്ചിന് അഡ്മിഷൻ കിട്ടാൻ, സ്തോത്രം, അച്ചായൻ്റെ കൂടി മാറാൻ, പിന്നെ പ്രമോഷൻ കിട്ടാൻ, നമ്മുടെ ജോലിയിൽ നമ്മുടെ അപ്പുറത്തെ കസേര എന്നോട് നമ്മുടെ കണ്ണുരുട്ടി കാണിക്കുന്നവനെ ഇവിടെ നിന്ന് നേരെ പാലസ്തീനിലേക്ക് സ്ഥലം മാറ്റാൻ, നമ്മുടെ എല്ലാ ഉപവാസം അങ്ങനെയാണ്. അപ്പൊ ഇങ്ങനൊരു പ്രശ്നം ഞാൻ പറയുന്നത് ഗൗരവമായിട്ട് എടുക്കണം. നമ്മുടെ ജീവിതത്തിലേക്ക് പ്രശ്നം കൊണ്ടുവന്നിട്ടാൽ പിശാചിനറിയാം നമ്മുടെ ലക്ഷ്യം തെറ്റിക്കോളും. നമ്മൾ പിന്നെ മൊത്തം അതിൻ്റെ പുറകെ പോകും. കാരണം പിന്നെ നമുക്ക് ഇതിൻ്റെ പുറകെ പ്രാർത്ഥനകൾ മുഴുവൻ. ആത്മീക വർധനയ്ക്കൊരു പ്രാർത്ഥന ഉണ്ടാവില്ല. അതിനു വേണ്ടി ഒരു യോഗം വെക്കുകയല്ല. എല്ലാം യോഗത്തിന്റെ നോട്ടീസിൽ ഡെലിവറൻസ് എന്നായിരിക്കും. കാരണം വിടുതൽ കിട്ടാനുള്ള ക്യൂ എടുക്കുമല്ലേ മാസ്റ്റർ. അപ്പൊ എല്ലാ യോഗവും അത് അങ്ങനെ എഴുതിയെങ്കിലേ ആള് വരുള്ളൂ. കാരണം എല്ലാരും കെട്ടിക്കിടക്കുക. വിദഗ്ധമായ രീതിയിൽ സാത്താൻ കണ്ണുവെട്ടിച്ചു. ആത്മീക വർധന എന്ന ലക്ഷ്യം സഭയിൽ അസൂയപ്പെട്ട് സാത്താൻ ഇങ്ങനെ ആളുകൾ കൂട്ടമായി മാനസാന്തരപ്പെടുന്നതും സ്നാനപ്പെടുന്നതും അവരിൽ ദൈവപ്രവൃത്തി നടക്കുന്നതെല്ലാം കണ്ടപ്പോൾ സ്വത്രം യഹൂദ മതത്തെ അടക്കി നോക്കി റോമൻ സർക്കാരിനെ കൂട്ടുപിടിച്ചു നോക്കി സാത്തനെ ഇതിനകത്തൊന്നും വീഴാതെ അവർ പ്രാർത്ഥിച്ച് കയറി വരുമ്പോൾ അടുത്തത് അവരുടെ ലക്ഷ്യം തെറ്റിക്കാൻ അവരുടെ സമാധാനം കെടുത്തുന്ന വിഷയങ്ങൾ കൊണ്ടിട്ടു. മനസ്സിലാവുന്നു? നമ്മുടെ സമാധാനം കെടുത്തുന്ന വിഷയങ്ങൾ കൊണ്ടിട്ടാ പിന്നെ നമ്മുടെ മൊത്തത്തിലെ പ്രാർത്ഥനകൾ അതിന്റെ പുറകെ പോകും.
നമ്മൾ അതിന്റെ പുറകെ പോകുന്നതിന്റെ പേരിൽ ഒരിക്കൽ ആത്മീകം വീക്കായിക്കൊണ്ടിരിക്കും. ചാർജ് ചെയ്യാൻ പറ്റുന്നില്ല. സ്തോത്രം. മനസ്സിലാവുന്നു? നമ്മുടെ മൊബൈലാണെങ്കിൽ എന്ത് ചെയ്യണം? വൈകുന്നേരം അവിടെ എപ്പോഴും കുത്തി വെച്ച് ചാർജ് ചെയ്തെങ്കിലേ അല്ല. ഇതിപ്പോ നമുക്ക് വിഷയം കൂടിയപ്പോഴത്തേക്കും നമുക്ക് എന്തായി? സോദരി, ഈ സാധനത്തിന്റെ ഉപയോഗം കൂടി. അതിന് വേണ്ടി ഇത് മൂട്ടോട്ടം ഉപയോഗിച്ച് ആകുമ്പോഴത്തേക്കും ചാർജ് തരും, പിന്നെ ഉച്ച കഴിയുമ്പോഴത്തേക്ക് ചത്തിരിക്കുകയാണ്. അപ്പൊ ഇതുപോലെ ലക്ഷ്യം തെറ്റിച്ചു. പക്ഷെ ദൈവത്തിന്റെ കൃപയാൽ ആ സമാധാനക്കേട് ഉണ്ടാക്കിയ കേസിനെ കർത്താവ് പതുക്കെ തൂക്കിയെടുത്ത് സഭയ്ക്കകത്തേക്ക് വെച്ചു. അതോടുകൂടി സഭ വീണ്ടും സജീവമായി. സമാധാനം ഉണ്ടായി, ആത്മീക വർധനം ഉണ്ടായി, കർത്താവിനോടുള്ള ഭക്തി കൂടി, പരിശുദ്ധാത്മാവിന്റെ പ്രബോധനത്തിൽ നടന്നു. മലയാളത്തിൽ അങ്ങനെയാണ്, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് അവർ മുന്നേറാൻ തുടങ്ങി. ഈ 4 കാര്യങ്ങൾ നടന്നതോടുകൂടെ 8 വർഷമായി കെട്ടിക്കിടന്ന സകല കേസുകളും പൊട്ടിപ്പുറത്തു വരാൻ തുടങ്ങി. സ്തോത്രം. പിന്നെ ഇതൊരു സാമ്പിളായതാ. ഈ അയനയാസ് എഴുന്നേറ്റ് എന്നൊക്കെ അപ്പോസ്തലപ്രവൃത്തി 9 എഴുതി ചരിത്രത്തിൽ ചേർത്തത് ഇത് വെറുതെ വായിച്ച ഹിസ്റ്ററിയാണ്. പക്ഷെ ഇതിന്റെ വേരും റൂട്ടും തപ്പിപ്പോയാൽ സഭ എല്ലാ കാലവും അറിഞ്ഞിരിക്കേണ്ട ആത്മീയത അതിനകത്ത് കിടക്കുന്നുണ്ട്. ഓർത്തോരണം. ഓരോ കുടുംബത്തിനകത്തും ഫാമിലിക്കകത്തും നമ്മുടെ ലക്ഷ്യം തെറ്റിച്ച് ആത്മീയതയെ ബാധിക്കത്തക്ക രീതിയിൽ സ്വന്തം വിഷയങ്ങൾ തിരിച്ചുവിടും. ഒരു കൊച്ചനെ കയ്യിലെടുത്താൽ മതി, നമ്മുടെ ലക്ഷ്യം തെറ്റിപ്പോവും, നമ്മുടെ സ്വസ്ഥത കെട്ടുപോകും. അപ്പൊ നമുക്ക് ഒരിക്കലും സ്പിരിച്വൽ ഗ്രോത്ത് ഉണ്ടാകില്ല. ഈ ആത്മീക വർദ്ധന എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് ഒരു രാത്രി നിന്നെന്ന് പറഞ്ഞെങ്കിലേ തീരുള്ളൂ. ആത്മീകം എന്താന്ന് അറിഞ്ഞെങ്കിലേ ആത്മീക വർദ്ധനം എന്താന്ന് പഠിക്കാൻ പറ്റുള്ളൂ. വാസ്തവത്തെ നമ്മുടെ ആത്മീകം എന്താന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്മുടെ മറുപടി പറഞ്ഞേ? അഭ്യസ്ത വിദ്യരായിരിക്കുന്ന ആൾക്കാരല്ല, ചുമ്മാ നോട്ട് കുറിച്ച് വെച്ചിട്ട് എവിടെയും പോയി തപ്പിയെടുക്കാൻ പറ്റുമോ നോക്കുക. എന്താണ് ആത്മീകം? സാധാരണയൊക്കെ കല്യാണത്തിന് മാട്രിമോണിയൽ അഡ്വർടൈസ്മെന്റ് പരസ്യത്തിനകത്ത് കാണാറുണ്ട്. ആനുകാലികമായിരിക്കുന്നതെങ്കിലും ക്രിസ്ത്യൻ മാഗസിനകത്ത് കല്യാണ പരസ്യം വരുന്നിടത്ത് നോക്കണം. അവിടെ എഴുതിയിരിക്കുന്നത് എങ്ങനെയായിരിക്കും? ആ പെണ്ണിന്റെ അപ്പൻ ഇട്ടിരിക്കുന്നത് എന്തായിരിക്കും അറിയാമോ? സ്തോത്രം. വിദേശത്ത് ജോലിയുള്ള, ഇത്ര വയസ്സുള്ള, ഇത്ര ഇഞ്ച് പൊക്കമുള്ള സുന്ദരിയായ മകൾക്ക് വേണ്ടി, എന്നിട്ട് എഴുതിയിരിക്കുന്ന സ്വദേശത്തോ വിദേശത്തുള്ള വിദ്യാഭ്യാസമുള്ള മാതാപിതാക്കളിൽ നിന്നും വിദ്യാഭ്യാസമുള്ള ആത്മീയനായ ചെറുക്കന്റെ മാതാപിതാക്കളിൽ നിന്നും വിവാഹാലോചന ക്ഷണിക്കും. നമ്മുടെ കല്യാണം കഴിഞ്ഞതാണെങ്കിലും പരീക്ഷാർത്ഥം ആ നമ്പറിലേക്ക് ഒന്ന് വിളിക്കണം. കല്യാണം കഴിഞ്ഞാൽ എങ്ങനെ വിളിക്കുക? സാറേ ഒരു ഇത് കണ്ടിട്ട് വിളിക്കുക. ചാടി എടുക്കും. ചോദിക്കണം, സാറേ അതിനകത്തൊരു സംഭവം എഴുതിയായിരുന്നല്ലോ, അത് ഒന്ന് അറിഞ്ഞിട്ട് വേണം പ്രപ്പോസൽ വേണം വേണ്ടെന്ന് തീരുമാനിക്കാൻ. അപ്പൊ ആത്മീയത ഉള്ളതെന്ന് എഴുതി. എന്താണ് അങ്ങ് ഉദ്ദേശിച്ചത്? അങ്ങയുടെ മോളെ കല്യാണം കഴിക്കാൻ പറഞ്ഞാൽ മനസ്സിലായി ആത്മീയത എന്താണെന്ന് ഉദ്ദേശിച്ചത്. അപ്പൊ കല്യാണ പരസ്യം കൊടുക്കുന്ന അപ്പൻ ആത്മീയത എന്ന് ഉദ്ദേശിച്ച് ഇത്രയേ ഉള്ളൂ: എൻ്റെ കൊച്ചിനെ തല്ലരുത്, കള്ളു കുടിക്കരുത്, വഴക്കുണ്ടാക്കി വീട്ടിൽ കൊണ്ടാക്കരുത്. അതാണ് പുള്ളി ഉദ്ദേശിച്ച ആത്മീയത. അതല്ലെങ്കിൽ പുള്ളി ഇങ്ങനെ എഴുതുമായിരുന്നോ? വിദേശത്ത് ജോലിയുള്ള 5 അക്ക ശമ്പളമുള്ള ആണെങ്കിൽ ഉപദേശിയായിരിക്കുന്ന ഒരാൾ നിൽക്കുന്നുണ്ട്, പക്ക ആത്മീയന വേണോ? വേണ്ടല്ലോ. അപ്പൊ ഓരോരുത്തരുടെ ആത്മീകത്തിനകത്ത് അവരവർക്ക് കൊടുത്തൊരു സംഭവമാണ് കിടക്കുന്നത്. പക്ഷെ വാസ്തവത്തിൽ എന്താണ് ആത്മീയം? എൻ്റെ പ്രിയപ്പെട്ടവരെ, അധികം വാക്യങ്ങൾ ബൈബിളിലില്ല. ഞാൻ കുറെ കാലം ഇതിന്റെ പുറകെ തപ്പി നടന്നു. ഞാൻ ദൈവശാസ്ത്രജ്ഞന്മാരോടൊക്കെ പോയി കെഞ്ചി ചോദിച്ചു, സോദരൻ എനിക്കൊന്ന് പറഞ്ഞു തരണം. എന്താ ഷാജി അതിനെക്കുറിച്ച് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാൻ? അതിപ്പോ ഷാജിക്ക് അറിയാമല്ലോ, ഷാജി ഒരു പാസ്റ്ററല്ലേ എന്നൊക്കെ ചോദിച്ചെന്ന് പോവുള്ളൂ. ഞാൻ ആരെയും കുറ്റം പറയല്ല കേട്ടോ. പക്ഷെ സാറേ സത്യത്തിൽ എന്താ ലാസ്റ്റ് ഞാൻ അധികം വാക്യം കണ്ടില്ല. ഈ കൊരിന്ത്യർ ലേഖനം 15 എഴുതിയിട്ടുണ്ടിരിക്കുന്നുണ്ട്. ആത്മീകമല്ല പ്രാകൃതമത്രേ ഒന്നാമത്തത്, ആത്മീകമോ പിന്നത്തേതിൽ വരുന്നു. 15 വാക്യം കൊടുക്കാൻ നേരമില്ല, ക്ലോക്ക് സമ്മതിക്കുകയല്ല, ഞാൻ നിർത്തുന്ന സമയം. സ്തോത്രം. അപ്പോൾ ആ വാക്യം നോക്കുമ്പോൾ അവിടെ എഴുതിയിരിക്കുന്ന ഒരു അണ്ടർസ്റ്റാൻഡ് എന്നാൽ മനുഷ്യൻ ഈ ഭൂമിയിൽ ജനിച്ച് ജീവിക്കുമ്പോൾ ആധാമ്യ വർഗത്തിൽപ്പെട്ടവൻ ഏത് ആത്മീകന്റെ മോനായിട്ട് ജനിച്ചാലും ബൈബിൾ പറയുന്നു ഇവിടെ ജനിച്ചു വീഴുന്നവൻ പ്രാകൃതൻ എന്ന് പറഞ്ഞാൽ വളരാത്തവൻ തന്നെ അർത്ഥം. പ്രകൃതിയാൽ ബോധിക്കപ്പെട്ടവനാണ്, ഈ പ്രകൃതിയിൽ വളർത്തപ്പെടേണ്ടവൻ. അങ്ങനെ ജീവിക്കുന്നു.
ഒരു 16-ാമത്തെ വയസ്സിൽ നമ്മുടെ സൺഡേ സ്കൂളിലേക്ക് പിള്ളേരൊക്കെ വിട്ട് അങ്ങനെ വരുന്നതിൻ്റെ ഇടയ്ക്ക് കിട്ടുന്നൊരു സ്പാർക്കിംഗ്, പിള്ളേരൊക്കെ കേട്ടോളം കേട്ടോ. അതിനിടയിൽ ഈ യോഗത്തിലൊക്കെ പങ്കെടുക്കുന്നു, നിങ്ങൾ യൂത്ത് മീറ്റിംഗ് YP ഒക്കെ പങ്കെടുക്കുന്നു, പോയിക്കൊണ്ടിരിക്കുന്നതിനിടയിൽ ചിലപ്പോൾ ഒരു മീറ്റിങ്ങിനകത്ത് വെച്ചായിരിക്കാം നമ്മുടെ ഹൃദയത്തിൽ കർത്താവുമായിട്ട് ഒരു 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 എൻകൗണ്ടറിന് ഒരു അവസരം, ഏതെങ്കിലും ഒരു അവസരം ദൈവം തരും. ആ സമയത്ത് അവരുടെ മൈൻഡ്, കുഞ്ഞുങ്ങളാകട്ടെ ആരുമാകട്ടെ, മനസ്സ് തുറക്കും, കണ്ണ് നിറയും. സ്വപ്നം അറിയാതെ നമ്മൾ ദൈവത്തെ കണ്ടുപോകും. ആ നിമിഷത്തിൽ ആ വാക്യത്തിൽ പറയുന്നു, ആത്മീയം ഉണ്ടാകുന്നതല്ല, വരുന്നതാണ്. എവിടെ നിന്ന് വരണം? എവിടെ നിന്ന് വരണം? ഈ ലോകത്തിൽ സ്വത്രം എവിടെ നിന്ന് ആത്മീയം വരും? മതങ്ങളിലുണ്ടോ? വീടുകളിലുണ്ടോ? ആർക്ക് പകരാൻ പറ്റും? ആത്മീയം വരേണ്ടത് ഭൂമിയിൽ നിന്നല്ല, അതൊരു ദൈവികമാണ്. നിന്റെ മനസ്സ് തുറക്കുമ്പോൾ, നീ ദൈവമായിട്ടൊരു ഡീലിംഗിൽ എത്തുമ്പോൾ, യേശുവിനെ നിനക്ക് ആവശ്യമാണെന്ന് ബോധ്യമാകുമ്പോൾ, ഇനി ജീവിക്കുന്നത് ഇവിടെ ആളാകാനല്ല, സ്വർഗത്തിന് വേണ്ടിയിട്ടാണെന്ന് ഒരു തീരുമാനമുണ്ടാകുമ്പോൾ, നീ പോലും അറിയാതെ സ്വർഗത്തിൽ നിന്ന് ദൈവികമായിരിക്കുന്ന ഒന്നിന്റെ ഒരംശം നമ്മുടെ അകത്തേക്ക് കയറി വരിക. പണ്ട് കളിമണ്ണ് കൊണ്ട് മനുഷ്യനെ ഉണ്ടാക്കിയിട്ട് ദൈവം തമ്പുരാൻ മൂക്കിലേക്ക് ശ്വാസം ഊതിയതുപോലെ സ്വന്തം ഈ യോഗത്തിന് നടുവിൽ ഇരിക്കുമ്പോൾ, ഇനി പാപം വേണ്ട, ഇനി പഴയ ജീവിതം വേണ്ട, ഇനി ദൈവത്തെ ജീവിക്കണമെന്ന് തീരുമാനിക്കുമ്പോൾ, നീ പോലും അറിയാതെ ഒരു ഊത്ത് സർവശക്തൻ നിന്നെ നോക്കി ഊടും. അപ്പോൾ നിന്റെ അകത്തേക്ക് കയറുന്നതാണ് ആത്മീകം. അകത്തേക്ക് കയറുന്നതോട് കൂടെ നീ ആള് മാറിയ. അതകത്തേക്ക് വന്നാൽ ചെയിൻ സ്മോക്ക് ചെയ്യുന്ന ആളാണെങ്കിലും അന്ന് സംഭവം നിൽക്കോ ഇല്ലയോ? സ്തോത്രം. ഞാൻ എൻ്റെ അപ്പനെ കണ്ടാണ് വാസ്തവത്തിൽ അദ്ദേഹത്തെ പോലെ സ്തോത്രം ഞാൻ സാക്ഷ്യത്തിൽ എവിടെ പറഞ്ഞെന്ന് എനിക്ക് തോന്നുന്നു, അല്ലെങ്കിൽ സ്തോത്രം യൂട്യൂബിലൊക്കെ ഞങ്ങളുടെ സാക്ഷ്യം കിടക്കുന്നുണ്ടായിരിക്കും. ഇതുപോലെ സ്തോത്രം രാവിലെ 5 മുതൽ കള്ളു കുടിക്കുന്ന ഒരാൾ, സ്തോത്രം അല്ല, ഒരു അത്യാവശ്യത്തിന് അന്ന് കഞ്ചാവൊക്കെ കിട്ടി അദ്ദേഹം ഉപയോഗിക്കുമായിരുന്നു. മൂക്കിപ്പൊടി എപ്പോഴും മടി കാണും, മുറുക്ക് തുടർമാനമായിട്ടുണ്ട്, ചെയിൻ സ്മോക്കറാണ്. ഇത്രയും കാര്യങ്ങൾ കൂട്ടിപ്പിടിച്ച് കുഴഞ്ഞൊരു ജീവിതത്തിന്റെ ഉടമ. ഒരു സ്നാനം കാണാൻ വേണ്ടി ആറ്റ് തീരത്ത് പോയി നിൽക്കുമ്പോൾ, ആറ്റിലിറങ്ങി നിൽക്കുന്ന, സ്നാനപ്പെടുത്താൻ നിൽക്കുന്ന കർത്തൃദാസൻ സ്നാനത്തെക്കുറിച്ച് അറിയാവുന്ന രീതിയിൽ പറഞ്ഞിട്ട് ഒരു പ്രാർത്ഥിക്കുന്ന സമയത്ത് 100 കണക്കിന് ആളുകൾ നിൽക്കുന്നതിനിടയിൽ എൻ്റെ അപ്പൻ്റെ അകത്തേക്ക് ആത്മീയം വന്നു. എല്ലാ ദിവസവും വൈകുന്നേരം എത്ര മണി വൈകിയാലും ബസ് ഇറങ്ങിയിട്ട് 35 മിനിറ്റ് നടക്കണം ഞങ്ങളുടെ വീട്ടിലേക്ക്. നടക്കുന്ന വഴിക്ക് അന്ന് ചാരായമുള്ള കാലം, ഒരു ചാരായ ഷോപ്പുണ്ട്, ചാരായ ഷോപ്പിൽ ആൾ കിടക്കുന്നുണ്ട്. അവിടെ കയറി അവസാനത്തെ കുടി കുടിച്ചിട്ടാണ് വീട്ടിലേക്ക് വരുന്നത്. പക്ഷേ അന്ന് രാത്രി എൻ്റെ അപ്പൻ അവിടെ കയറാതെ വന്നു. സ്തോത്രം, ഹല്ലേലൂയ. ചിലരൊക്കെ ആരുടെങ്കിലും കൂടെ ഒക്കെ വന്നതിൻ്റെ പേര് യോഗത്തിനൊക്കെ വന്നിരിക്കുമ്പോൾ ഇവിടെ വന്ന് പെട്ടും പോയി. പിന്നെ ഇത് നിർത്താൻ വേണ്ടിയിട്ട് പിന്നെ ഗ്യാസ് മിഠായി കഴിക്കുക. പിന്നെ ആ സമയമാകുമ്പോഴത്തേക്ക് അമ്മാമ്മ ആ വിഷമം കണ്ടുകൊണ്ട് ഡബിൾ സോഡ അടിച്ചിട്ട് 2 നാരങ്ങ പിടിഞ്ഞൊരു കാന്താരിയും കൂടി പൊട്ടിച്ച് ആ വിഷമം അങ്ങ് മാറാൻ വേണ്ടി കൊടുക്കുക. എന്നിട്ട് ശരിയാവുന്നുണ്ടോ? സംഭവം ആത്മീകം വന്നില്ല. അകത്തേക്ക് ആത്മീകം കയറിയാൽ ഗ്യാസ് മിഠായിയും വേണ്ട, ഡബിൾ സോഡയും വേണ്ട, അന്നാണ് രൂപാന്തരം വരിക. അത്രയ്ക്ക് പവന സഹോദരങ്ങളെ ആത്മീകത്തിന്. അത് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്നതല്ല. പക്ഷെ അതകത്തേക്ക് വരിക. അതകത്തേക്ക് വരുമ്പോൾ നമ്മൾ ഒരു ആത്മീക മനുഷ്യനായി. ഇനി നമ്മൾ വിഷയങ്ങളെ ഫേസ് ചെയ്യണം. സ്വന്തം ഓരോരോ പ്രശ്നങ്ങൾ അങ്ങനെ ഫേസ് ചെയ്യുമ്പോൾ നമ്മൾ വിഷയങ്ങളെ തോൽപ്പിക്കേണ്ടത് ആത്മീയം കൊണ്ടാണ്. ആത്മീയം കൊണ്ടാണ്. അതിനാണ് ആത്മീകം വർദ്ധിക്കേണ്ടത്. ഇതോടെ പറഞ്ഞു നിർത്താം, 2 മിനിറ്റോടെ കേട്ടോളെ. പണ്ട് നമ്മുടെ വീട്ടിലൊക്കെ ഞാനൊന്ന് ഉച്ചയ്ക്ക് പാസ്റ്ററോട് സംസാരിച്ചപ്പോൾ കാര്യം പറഞ്ഞു, ഇലക്ട്രിസിറ്റി വന്ന കാര്യത്തിൽ. പണ്ടൊക്കെ നമ്മുടെ വീട്ടിൽ കൊച്ചു വീടായിരുന്നു. ആ കൊച്ചു വീട്ടിൽ സിംഗിൾ ഫേസ് ആയിരുന്നു. ഓർക്കുന്നുണ്ടല്ലോ, 60-ന്റെ ഒക്കെ മറ്റേ ഫിലമെന്റ് കത്തുന്ന ബൾബിട്ട കാലം. ഓ, ഇവിടെ അറബിയുടെ വീട്ടിൽ ജനിച്ചോലെ ഇരിപ്പ് കണ്ട സ്വത്ര പഴയ കാലം. അന്ന് സിംഗിൾ ഫേസ് മതിയായിരുന്നു. കൊച്ചു വയറിലൂടെ തടി റീപ്പ അടിച്ചിട്ട് അതിൽ കൂടെ വയറ് കൊണ്ടുപോയ ആ വയറിങ് ഓർക്കുന്നില്ലേ? പഴയ തറവാട്ടിലൊക്കെ സിംഗിൾ ഫേസ് ആയിരുന്നു. അന്ന് ആകെപ്പാടെ എന്തായിരുന്നു? ഒരു ബൾബ് കത്തണം. കൂടിക്കഴിഞ്ഞാൽ നിങ്ങൾ നാട്ടിൽ നിന്ന് അവിടെ ചെല്ലുമ്പോൾ ഒരു അയൺ ബോക്സ് സ്വന്തം അത് കാണാൻ തുടങ്ങി. പിന്നെ എത്രയൊക്കെ ഉള്ളൂ, കുറച്ചുകൂടെ കഴിഞ്ഞ ഒരു മോട്ടർ, അത്രയൊക്കെ ഉള്ളൂ. അതിനൊക്കെ സിംഗിൾ ഫേസ് മതിയായിരുന്നു. പക്ഷെ കാലം മാറി. നിങ്ങളൊക്കെ ഇവിടെ വന്ന് തിരിച്ചു ചെന്നപ്പോൾ അവിടെ ചെന്നപ്പോൾ പിള്ളേർക്ക് ചൂട് പറ്റില്ല, അങ്ങനെയൊക്കെ വന്ന സമയത്ത്
AC വേണം, പിന്നെ പണ്ടത്തെ അമ്മച്ചിമാരെല്ലാത്ത ലെവലിൽ മിക്സി വേണം, വാഷിംഗ് മെഷീൻ വേണം, മോട്ടർ വേണം, ഗ്രൈൻഡർ വേണം, പിന്നെ മുടി ഉണക്കാനുള്ള സൂത്രം വേണം, അത് വളയ്ക്കാനുള്ള സൂത്രം വേണം എന്ന് വേണ്ട. ഇതെല്ലാം കൂടി വന്നപ്പോഴത്തേക്കും സംഭവം സൂത്രം ഒരു ചെറിയ പവർ ഹൗസിലുള്ള കറണ്ട് ആ വീട്ടിൽ തന്നെ വേണം. അപ്പൊ നമ്മളിതെല്ലാം കൂടി മേടിച്ചു വെക്കുക. ചെല്ലുമ്പോൾ അവിടെ AC മേടിച്ചു. പക്ഷെ AC മേടിച്ച് സ്വിച്ചിൽ മക്കളെയും കുറച്ച് മറ്റോ തട്ടിപ്പോവാ. അപ്പൊ നമ്മളത് അറിയാവുന്ന ഒരുത്തനെ കണ്ടുപിടിച്ചു. ഞങ്ങൾ AC മേടിച്ച് ചോദിച്ചു. ഞാൻ ഷാർജയിലെ ഇലക്ട്രീഷ്യനാണ്, പക്ഷേ ഇവിടെ വന്ന് ലൈൻ കുത്തുമ്പോൾ ചേട്ടാ ഇത് അടിച്ചു പോവാ, ഷാർജയിലെ കറണ്ട് അല്ലേ ഇവിടത്തെ കറണ്ട് എന്ന് ചോദിക്കും. അങ്ങനെ അയാൾ പറയാം, എൻ്റെ പൊന്നു ചേട്ടാ ഇത് പണ്ടത്തെ വയറിങ്ങാണ്, ഇനിയിപ്പോൾ ഇത്രയും സാധനം ഓടണമെങ്കിൽ 3 ഫേസ് ആക്കണം, അല്ലെങ്കിൽ ഇത്രയും ഓടിയല്ല. ഇത് പറഞ്ഞ് നിർത്താം. നമ്മുടെ കൊച്ചിനെ MBBSന് വിടണം, നമുക്കിപ്പോൾ പോകുന്ന കമ്പനിയുടെ മാനേജർ ആകണം, പറ്റിയാൽ ആ കമ്പനി മേടിക്കണം, ഇതിൻ്റെ ഇടയിൽ ഒരു സഭ തുടങ്ങണം, നോർത്ത് ഇന്ത്യയിൽ പോയി വേല ചെയ്യണം, കുട്ടരോഗിയെ സൗഖ്യമാക്കണം. സിംഗിൾ ഫേസ്. മനസ്സിലായല്ലോ? ഇത്രയും പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ നിങ്ങൾ 3 ഫേസ് ആകണം. കാരണം നിങ്ങളുടെ കയ്യിലിരിക്കുന്ന വിഷയങ്ങൾ വലുതാണ്, നിങ്ങളുടെ മേൽ കിടക്കുന്ന വാഗ്ദത്തം വലുതാണ്. അപ്പോൾ നിങ്ങളുടെ ആത്മീയം വർദ്ധിച്ചില്ലെങ്കിൽ ഇത് റൺ ചെയ്യല്ല, ഫീസ് ആട്ടി പോവുള്ളൂ. ആത്മീയം വർദ്ധിച്ചാൽ ഞാൻ ഇങ്ങനെ പറയാം, 8 കൊല്ലമല്ല 80 കൊല്ലമായി നിങ്ങളുടെ കുടുംബത്തിനെതിരെ നിങ്ങൾ തളർന്നു പോകാൻ ചെയ്ത ആവിചാരമാണെങ്കിലും തലയോട്ടി ചെയ്ത കൂടത്തിലാണെങ്കിലും ആത്മീയം വർദ്ധിച്ചാൽ അവൻ തട്ടിപ്പോലും നമ്മൾ നടക്കും. അപ്പൊ ഇന്ന് രാത്രി രക്ഷപ്പെടണമെങ്കിൽ ഇന്നുള്ള ആത്മീകം പോരാ. വലിയ വലിയ പദ്ധതികൾ ദൈവം നടപ്പാക്കി തരും, വലിയ കാര്യങ്ങൾ നിറവേറ്റി തരും. ഒറ്റ കാര്യം, ആത്മീകം വർദ്ധിക്കാൻ എന്തൊക്കെ ചെയ്യാമോ, എത്രത്തോളം പ്രാർത്ഥന പങ്കെടുക്കാമോ, എത്രത്തോളം ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിക്കാമോ, എത്രത്തോളം ദൈവത്തെ നടത്തപ്പെടുത്താമോ, ആത്മീകം നിങ്ങളുടെ ചാർജാകാൻ നിങ്ങളൊരു 3 ഫേസിലേക്ക് ഒരു പവർ ഹൗസ് ആകാൻ എന്തൊക്കെ ചെയ്യാമോ അതൊക്കെ ചെയ്യാൻ തുടങ്ങിയ ഞാൻ നിങ്ങൾക്ക് ഉറപ്പു തരാം, ഈ ഒരാഴ്ച കഴിയുമ്പോൾ നിങ്ങളുടെ മുന്നിൽ നിൽക്കുന്ന പല കാര്യങ്ങളും തോക്കും. നിങ്ങൾക്കെതിരെ നിന്ന് വെല്ലുപ്പിച്ചത് കാണുന്നത് നിങ്ങളുടെ കുടുംബത്തോട് വ്യാപരിച്ച വ്യാപാര ശക്തികളെ നീ ഒരാളായതുകൊണ്ട് സ്വർഗം പൊട്ടിച്ചു കളയും. കടമടിച്ച ദൈവത്തിന് സ്വപ്നം ചെയ്ത് ഇനിയാണ് നമ്മുടെ വാക്യം. കടമടിക്കുന്ന ഗുണം പറയാം. ആ കാലത്ത് ആത്മീകം വർദ്ധിച്ച കാലത്ത്, പരിശുദ്ധാത്മാവിനെ അനുസരിച്ച് നടക്കാൻ തുടങ്ങിയ കാലത്ത്, സമാധാനമുണ്ടായ കാലത്ത്, ഭക്തി വർദ്ധിച്ച കാലത്ത്, ഒരാൾ മരിച്ചവരെ പോലും ആത്മീകം വർദ്ധിച്ച കാലത്ത് തിരിച്ചു കൊണ്ടുവന്നവർ ജീവിതത്തിലേക്ക് ചേർന്ന് ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ട് ഒരു മനസ്സോടെ ശക്തിയോടെ ദൈവകൃപയോടെ പരിശുദ്ധാത്മാവോടെ എല്ലാവരും കൂടി ആത്മീയ വർദ്ധനവിനെ മാത്രം ലക്ഷ്യം വെച്ചോണ്ട് എല്ലാ ഉപവാസങ്ങളും, എല്ലാ പ്രാർത്ഥനകളും, എല്ലാ സഭായോഗങ്ങളും ഒറ്റ ലക്ഷ്യമുള്ളൂ, ആത്മീകം വർദ്ധിക്കണം. അത് വർദ്ധിക്കാൻ തുടങ്ങിയാൽ നിങ്ങളുടെ വീട്ടിൽ സാധ്യമാക്കി തരത്തില്ലെന്ന് വാദിച്ചു നിൽക്കുന്ന സകല അന്യായ വാദങ്ങളും നിന്റെ വോൾട്ടേജ്, ഞാൻ അങ്ങനെ ഒരു വാക്ക് ഉപയോഗിക്കുക നമുക്ക് സാധാരണക്കാരന് മനസ്സിലാകാൻ, നമ്മുടെ വോൾട്ടേജ് വർദ്ധിച്ചാൽ ഇനി നിന്റെ മുമ്പിൽ സാത്താന്റെ ഒരു വിളച്ചിലും നടക്കുകയില്ല. താഴ്ന്നു കിടന്നവർ എഴുന്നേക്കും. തബീത മൂക്കി പഞ്ഞി വെച്ച് അവർ കുളിപ്പിച്ച് കടത്തിയതാ. പക്ഷേ സഭ തിരിച്ചു പിടിച്ചു. ആത്മീകം വർദ്ധിച്ച സാധ്യത വരികയാ. ഇല്ലാതായി പോയതിന് പോലും തിരിച്ചു കൊണ്ടുവരാം. അത്രയ്ക്ക് സാധ്യതയാണ് ആത്മീകമുള്ള സഭയ്ക്ക്. അതിലേക്ക് കാണിവെക്കാൻ, അതിന്റെ പുരോഗമിക്കാൻ ഇന്ന് രാത്രി ദൈവചന്ദ്രനെ നിർബന്ധിക്കുന്നു. നിന്റെ മേൽ കിടക്കുന്ന സകല വാഗ്ദത്തങ്ങളും ഈ വർഷത്തിൽ നിറവേറണം. അതിന് നീ എന്ത് ചെയ്യണം? ആത്മീകം വർദ്ധിക്കണം. പല വിഷയങ്ങൾ തീരും.
നമുക്ക് ഒന്നിച്ചൊന്ന് എഴുന്നേറ്റ് നിൽക്കാം. ദൈവസ്ഥൻ ഞാൻ അവസാനിപ്പിച്ചു. എഴുന്നേറ്റ് നിൽക്കാം. ബാക്കി കാര്യങ്ങൾ പാസ്റ്റർ കൈകാര്യം ചെയ്യും. ഒരൊറ്റ വാക്കിൽ ഞാൻ പറയാം, കർത്താവേ, ഞാൻ പാടുന്നത് എന്തിനാ? ഞാൻ എന്തിനാ യോഗത്തിന് സഭയിലേക്ക് വരുന്നത്? ഞാൻ എന്തിനാ അന്യഭാഷ പറയുന്നത്? ഞാൻ വേദപുസ്തകത്തിൽ കണ്ടു. നിങ്ങൾക്ക് ആർക്കെങ്കിലും വേണമെങ്കിൽ കുറിപ്പെഴുതി തന്നിട്ട് പോകാം. 16 വാക്യങ്ങൾ ദൈവം തന്നതെല്ലാം ആത്മീക വർദ്ധനവിന്. 5 വിധ ശുശ്രൂഷകന്മാരെ തന്നത് ആത്മീക വർദ്ധനവിന്, അന്യഭാഷ പറയുന്നത് ആത്മീക വർദ്ധനവിന്, ആരാധന ആത്മീക വർദ്ധനവിന്, സങ്കീർത്തനവും സ്തുതിയും സ്തോത്രവും ആത്മീക വർദ്ധനവിന്, കൃപാവരങ്ങളെല്ലാം ആത്മീക വർദ്ധനവിന്, എല്ലാം ആത്മീക വർദ്ധനവിന്. അപ്പൊ ദൈവം ആഗ്രഹിക്കുന്നു, ആത്മീകം വർദ്ധിച്ചാൽ ലോകം തോക്കും, സഭ ജയിക്കും. അതിന്റെ കൂടെ നിൽക്കാൻ നിങ്ങൾക്ക് എത്ര പേർക്ക് മനസ്സുണ്ട്? ആത്മീകം വർദ്ധിച്ചാൽ നീ ഒരു സംഭവമായി മാറും. നിന്റെ പ്രാർത്ഥനയിൽ ഭയങ്കര വിടുതലുകൾ നടക്കും. നിന്റെ വീട്ടിൽ ഒരു ശിംശോനെ കെട്ടിയതുപോലെ ആയിരിക്കും. കെട്ടും അത് കത്തും, ഒരിക്കലും കെട്ടുറക്കത്തില്ല. അതുപോലത്തെ ശക്തി വ്യാപരിക്കും. അതുകൊണ്ട് ഇന്ന് രാത്രിക്കാലം സ്വർഗം പറയുന്നു, ആത്മീകത്തിന്റെ കലവറ തുറക്കുക, അതിന്റെ കൃപ ഒഴുകുകയാ, സ്വർഗം പ്രവർത്തിക്കാൻ തുടങ്ങുകയാ, ഇറങ്ങി വരികയാ. നീ എത്ര പരീക്ഷ എഴുതിയാലും, നീ എത്ര പ്രാർത്ഥിച്ചാലും, നീ എത്ര പണം മുടക്കിയാലും ജയിക്കത്തില്ലെന്നുള്ള വെല്ലുവിളി ഇന്ന് രാത്രി കൊണ്ട് തീരുകയാ. കരങ്ങളടിച്ച് ദൈവത്തിന്റെ നന്ദിയോടെ